Hi dear friends, good morning. Today we are discussing the topic directional derivative. Directional derivative എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് ഒരു ജിയോമെട്രിക്കൽ ഷേപ്പിലൂടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ആദ്യമായി ഈ ഡയറക്ഷനിലുള്ള ആക്സിസ് ആയിട്ട് ഞാൻ എക്സ് ആക്സിസിനെ മാർക്ക് ചെയ്തു. എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലുള്ള ആക്സിസ് ആണ്. ആൻഡ് വൈ ആക്സിസ് ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വൈ ആക്സിസും മാർക്ക് ചെയ്തു. ഇനി നമുക്ക് സെഡ് എന്നുള്ള ആക്സിസ് വേണം. സെഡ് എന്നുള്ള ആക്സിസ് ആയിട്ട് നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആക്സിസ് ആയിട്ട് അസ്യൂം ചെയ്യാം. അതായത് നമ്മുടെ എക്സ് വൈ പ്ലെയിൻ ആയിട്ട് ബോർഡും എക്സ് വൈ സെഡ് എന്നുള്ള സ്പേസ് ആയിട്ട് ബോർഡിന് മുകളിലേക്കുള്ള എൻ്റെ കൈ നിൽക്കുന്ന ഈ സർഫസ് എടുത്തു. ഈ ഒരു സ്പേസിലാണ് നമ്മുടെ സെഡ് ആക്സിസും കൂടി വരുമ്പോഴുള്ള സ്പേസ് വരുന്നത്. അത്തരത്തിൽ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും കുത്തനെ നിൽക്കുന്ന സെഡ് ആക്സിസും ട്രീറ്റ് ചെയ്തു. ഈ എക്സ് വൈ എന്നുള്ളൊരു ഫംഗ്ഷൻ തന്നു. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സെഡ് എന്നുള്ളൊരു ഫംഗ്ഷൻ തന്നാൽ ഈ ഫംഗ്ഷനെ നമ്മൾ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? ഈസ് എ സർഫസ് ഇൻ 3D. 3 ഡയമെൻഷണൽ സ്പേസിലുള്ള ഒരു സർഫസ് ആയിരിക്കും സെഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഒരു 2 വേരിയബിളുള്ള ഫംഗ്ഷന്റെ ഗ്രാഫ് ഒരു സർഫസ് ആയിരിക്കും. എവിടെയുള്ള ഒരു 3 ഡയമെൻഷണൽ സ്പേസ്, ദാറ്റ് മീൻസ് ഒരു സ്പേസിലുള്ള സർഫസ് ആയിരിക്കും. നമുക്കൊരു സർഫസ് അസ്യൂം ചെയ്യാം. ഞാൻ ഒരു സർഫസ് ആയിട്ട് ഈ ഒരു സർഫസ് കൺസിഡർ ചെയ്തു. നമ്മുടെ സർഫസ് ആയിട്ട് വരുന്നത് ഈ ഒരു ഷേപ്പിലുള്ള ഈ ഒരു സർഫസ് ആണ്. സെഡ് ആക്സിസ് ആയിട്ട് നമുക്ക് ഈ ഒരു ഓടക്കോയിൽ നിൽക്കുന്ന, അത് നമ്മൾ അടുപ്പത്ത് പുക ഊതാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു PVC പൈപ്പിന്റെ പീസാണ് ഈ സാധനം. അയാളെ ഞാൻ സെഡ് ആക്സിസ് ആയിട്ട് അസ്യൂം ചെയ്തു. ഈ ഡയറക്ഷനിലുള്ള ആക്സിസ് ആയിട്ട് നമ്മൾ എടുത്തത് ഏതാണ്? എക്സ് ആക്സിസ് ആണ്. ഈ ഡയറക്ഷനിലുള്ള ആക്സിസ് ആയിട്ട് നമ്മൾ എടുത്തത് വൈ ആക്സിസ് ആണ്. ആൻഡ് പെർപെൻഡിക്കുലർ, ആ 2 ആക്സിസിനും പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിലേക്ക് ഈ ആക്സിസ് ആയിട്ട് നമ്മൾ സെഡ് ആക്സിസും അസ്യൂം ചെയ്തു. ഇതാണ് നമ്മുടെ സെഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഗ്രാഫിന്റെ ഫിഗർ വരുന്നത്. ഈസ് എ സർഫസ് ഇൻ 3 ഡയമെൻഷണൽ സ്പേസ്. ഈ സർഫസിന് നമ്മൾ വൈ ഈസ് ഈക്വൽ ടു 1 എന്നുള്ളൊരു പോയിന്റ് ഫിക്സ് ചെയ്യാം. നമ്മുടെ എക്സ് ആക്സിസ് ആരാണ്? എക്സ് ആക്സിസ് ഇയാള്, ഈ ആക്സിസ് ആണ്. ദാറ്റ് മീൻസ് ഈ ഡയറക്ഷനിലുള്ള ആക്സിസ് ആണ്. വൈ ആക്സിസ് ഇയാള്. എക്സ് ആക്സിസിന്റെ ഇക്വേഷൻ എന്താ? എക്സ് ആക്സിലുള്ള എല്ലാ പോയിന്റിലും വൈ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ദ ഇക്വേഷൻ ഓഫ് എക്സ് ആക്സിസ് വൈ ഈക്വൽ ടു 0. ഇനി നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ പോവുകയാണ്. മുകളിലോട്ട് പോകുന്ന സമയത്ത് ആരുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട്? ഇവിടെ എത്തുമ്പോൾ വൈ വാല്യൂ ഒരു പോയിന്റ്, ഇവിടെ എത്തുമ്പോൾ വൈ വാല്യൂ അടുത്ത പോയിന്റ്. ഈ പോയിന്റിന് പാരലൽ ആയിട്ട് ഞാനൊരു ലൈൻ എടുത്തു. ഈ പോയിന്റിന് പാരലൽ ആയിട്ട് ഞാനൊരു ലൈൻ എടുത്താൽ ആ ലൈന് എല്ലാ വാല്യൂസും വൈ വാല്യൂസ് എന്തായിരിക്കും? ഇവിടെ ഈ ലൈനിന് എല്ലാ വാല്യൂസും വൈ വാല്യൂസ് 0 ആയിരുന്നു. 0 ആയ സമയത്ത് നമുക്ക് y ഈസ് ഈക്വൽ ടു 0 ഈസ് ആൻ ഇക്വേഷൻ ഓഫ് എക്സ് ആക്സിസ് കിട്ടി. ഇനി ഈ പോയിന്റിൽ എല്ലാ വാല്യൂസും എന്ത് വരും? വൈ വാല്യൂസ് സെയിം ആണ്, പക്ഷെ ആര് വേരി ചെയ്യുന്നുണ്ട്? എക്സ് വാല്യൂ വേരി ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് വി ആർ ഫിക്സഡ് വൈ ഫിക്സഡ്. വൈ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻസ് ആണ് കിട്ടുക. ആ ലൈൻസ് ഞാനൊരു ലൈന് ഈ ഒരു രൂപത്തിൽ ഡ്രോ ചെയ്തു. ഇത് നമ്മൾ മാർക്ക് ചെയ്ത റെഡ് ലൈന്. ഇത്തരത്തിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന എല്ലാ ലൈനിന്റെയും ഇക്വേഷൻസ് ആയിരിക്കും എന്തായിരിക്കും? y ഈസ് ഈക്വൽ ടു സം ഫിക്സഡ് വൈ നോട്ട്. ദാറ്റ് മീൻസ് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ഞാനൊരു ലൈൻ കൺസിഡർ ചെയ്താൽ ആ ലൈനിൽ വൈ പോയിന്റ് ഫിക്സഡ് ആയിരിക്കും. വൈ പോയിന്റ് ഫിക്സഡ് മീൻസ് വൈ ഈസ് എ ഫിക്സഡ് വൈ നോട്ട്. ഞാനൊരു വൈ നോട്ട് എന്നുള്ളൊരു ഫിക്സഡ് ലൈൻ എടുത്തു. അതിൽ സെഡ് വാല്യൂസ് വാരി ചെയ്യണമെന്ന് കരുതുക. അതായത് വൈ വാല്യൂ ഫിക്സഡ് ആണ്, എക്സ് വാല്യൂ വാരി ചെയ്യുമ്പോൾ ലൈന് കിട്ടി. ഇനി സെഡ് വാല്യൂ വാരി ചെയ്യുമ്പോൾ ഈ ലൈൻ എന്ത് വരും? നമുക്ക് കിട്ടിയ ഈ ലൈന് മുകളിലോട്ടും വരും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലും പോകും. അങ്ങനെ മുകളിലോട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലും പോണ സമയത്ത് ആ ലൈൻ എന്തായിട്ട് മാറും? ഇത്തരത്തിലുള്ള ഒരു സ്പേസ് ആയിട്ട് മാറും. ഇവിടെ എനിക്കൊരു ഒരു പ്ലെയിൻ എന്നുള്ള രൂപത്തിൽ എനിക്കൊരു പ്ലെയിന് കൺസിഡർ ചെയ്യാം. ഞാൻ അത്തരത്തിൽ y ഈസ് ഈക്വൽ ടു y നോട്ട് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു പ്ലെയിന്
അസ്യൂം ചെയ്തു. ഇതാണ് ഇതിന്റെ പ്ലെയിൻ എന്ന് കൺസിഡർ ചെയ്യുക. അതായത് y ഈസ് ഈക്വൽ ടു y0 എന്നുള്ള ഫിക്സഡ് പ്ലെയിൻ ആണ് ഇയാള്. ഈ y ഈസ് ഈക്വൽ ടു y0 എന്നുള്ള ഫിക്സഡ് പ്ലെയിൻ കൊണ്ട് നമ്മൾ ഈ സർഫസിനെ കട്ട് ചെയ്യാണ്. ദാറ്റ് മീൻസ് ഈ സർഫസിന് ഇങ്ങനെ y ഈസ് ഈക്വൽ ടു y0 എന്നുള്ള ഈ ഫിക്സഡ് പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇതിങ്ങനെ പോണ സമയത്ത് നമുക്ക് ഈ സർഫസിൽ ഈ പ്ലെയിന് മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ഉണ്ടാവും. അതെന്തായിരിക്കും? ദാറ്റ് ഈസ് എ കർവ് ഇൻ ദ സ്പേസിലുള്ള ഒരു കർവ് ആയിട്ട് മാറും. ദാറ്റ് മീൻസ് we will get a curve in this form. നമുക്ക് അത് മീറ്റ് ചെയ്യുന്ന രൂപത്തിൽ ആ സർഫസിലുള്ള ഒരു കർവാണ് ഇയാളെന്ന് കരുതുക. y ഈസ് ഈക്വൽ ടു y0 എന്നുള്ള ഫിക്സഡ് പ്ലെയിൻ കൊണ്ട് നമ്മൾ കട്ട് ചെയ്ത സമയത്ത് നമുക്ക് ഈ ഒരു രൂപത്തിലുള്ള കർവാണ് കിട്ടിയതെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ കർവിൽ ഒരു പോയിന്റിലെ ഡെറിവേറ്റീവ് നമുക്ക് ഫൈൻഡ് ചെയ്യാം. ആ പോയിന്റിലെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ കർവിൽ ഞാൻ ഇയാളൊരു ജനറൽ പോയിന്റ് ആയിട്ട് എടുത്തു. ആ പോയിന്റിലെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ പോയിന്റിലെ ടാൻജന്റ് ലൈനിന് ഈക്വൽ ആയിരിക്കും. ദിസ് ഈസ് അവർ ടാൻജന്റ് ലൈൻ ടു ദാറ്റ് പോയിന്റ് at the curve, where this curve is the intersection of the surface z is equal to f of xy and the plane y is equal to y0. നമ്മൾ y is equal to y0 എന്ന് ഫിക്സ് ചെയ്ത സമയത്ത് നമുക്ക് ഒരു കർവ് കിട്ടി. ആ കർവിൽ നമുക്കൊരു ടാൻജന്റ് വെക്ടേഴ്സ് കാണാൻ പറ്റും. കർവിലെ ഓരോ പോയിന്റിലും ഈ പോയിന്റിലുള്ള ടാൻജന്റ് വെക്ടർ ആയിട്ട് നമുക്ക് ഇങ്ങനെ അസ്യൂം ചെയ്യാം. അത്തരത്തിൽ ഈ കർവിൽ നമുക്ക് എന്ത് കിട്ടും? ഓരോ പോയിന്റിലും ടാൻജന്റുകൾ കിട്ടും. ആ ടാൻജന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? എഫ് എക്സ് എന്ന് വിളിച്ചത്. എഫ് എക്സ് എന്ന് വിളിച്ചത്. ഇനി തിരിച്ച് നമ്മൾ എന്താകുന്ന സമയത്ത് ഈ ഒരു രൂപത്തിലുള്ള പ്ലെയിന് കൊണ്ട് കട്ട് ചെയ്യാണ്. നമ്മളിപ്പോൾ കട്ട് ചെയ്ത പ്ലെയിന് y ഈസ് ഈക്വൽ ടു y0 എന്നുള്ള പ്ലെയിനിന് പകരം x ഈസ് ഈക്വൽ ടു x0 എന്നുള്ള പ്ലെയിന് കിട്ടുന്ന സമയത്ത് നമുക്ക് ഒരു ടാൻജന്റ്, ഒരു കർവ് കിട്ടും. ആ കർവിന്റെ ടാൻജന്റ് ലൈനുകൾ എന്തായിരിക്കും? ഈ ഒരു രൂപത്തിലുള്ള കർവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻസ് ആയിരിക്കും വരിക. അവരെന്താണ്? ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു y. Therefore we have the derivative of f with respect to x when we cutting the surface by a plane y is equal to y0. That means y is fixed, and the derivative of f with respect to y when x is fixed. x is equal to x0 ആകുന്ന സമയത്ത്, that means x is equal to x0 എന്നുള്ള പ്ലെയിന് കൊണ്ട് നമ്മൾ ആരെ കട്ട് ചെയ്യുന്നു? ഗിവൺ സർഫസിന് കട്ട് ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള പ്ലെയിന് കൊണ്ട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കർവിന്റെ ഒരു പോയിന്റിലുള്ള ഡെറിവേറ്റീവ് ആയിട്ട് ആരെ കിട്ടി? ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു y കിട്ടി. ദാറ്റ് മീൻസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു y ആൻഡ് ദിസ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. നമ്മൾ ഇവരെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നും പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്നും വിളിച്ചു. പാർഷ്യൽ ഡെറിവേറ്റീവ് എന്നുള്ള ലെക്ചറിലും നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് ഇവരെ ഒരു എക്സാമ്പിളിലൂടെ ജസ്റ്റ് ഒന്ന് അതിന്റെ സർഫസ് എങ്ങനെയാണ്, കർവ് എങ്ങനെയാണെന്നൊന്ന് വരുന്നത് നോക്കാം. z ഈസ് ഈക്വൽ ടു 3 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ള ഒരു സർഫസ് ആണ്. ഇയാളെ z ഈസ് ഈക്വൽ ടു സം f of xy. Here f of xy is 3 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇവരുടെ കർവ് എങ്ങനെയാണ് വരുന്നതെന്നും ആ കർവിൽ നമ്മൾ പ്ലെയിന് കൊണ്ട് ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്ത്, ഇവരുടെ സർഫസ് എങ്ങനെയാണ് വരുന്നതെന്നും ആ സർഫസിൽ നമ്മൾ പ്ലെയിന് കൊണ്ട് ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കർവ് ആരാണെന്നും അവരുടെ ടാൻജന്റ് ലൈൻ എന്താണെന്നും ഈ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. തന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 ആക്സിസ് കൺസിഡർ ചെയ്യണം. റെഡ് കളേർഡിൽ വരച്ചിട്ടുള്ള എക്സ് ആക്സിസും ഗ്രീൻ കളറിലുള്ള വൈ ആക്സിസും ബ്ലൂ കളേർഡ് ആയിട്ടുള്ള സെഡ് ആക്സിസും നമ്മൾ ട്രീറ്റ് ചെയ്യാം. ഇനി നമുക്ക് തന്ന ഫംഗ്ഷൻ ആരാ? ഫംഗ്ഷൻ ഈസ് 3 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഹിയർ ഈസ് അവർ ഫംഗ്ഷൻ. ആ ഫംഗ്ഷന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രൂപത്തിലുള്ള ഫിഗർ ആണ് കിട്ടുന്നത്. ഇറ്റ്സ് എ പരാബോളോയിഡ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇയാളെ നമുക്ക് വൈന്
y ഫിക്സ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന പ്ലെയിന് കൊണ്ടും x ഫിക്സ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന പ്ലെയിന് കൊണ്ടും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റണം. നമ്മൾ y ഫിക്സ് ചെയ്യാം. y വാല്യൂ -1 ആയിട്ട് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്ലെയിൻ ആരായിരിക്കും? y വാല്യൂ -1 ആയിട്ട് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പ്ലെയിന് കിട്ടും. ഈ ഒരു നെറ്റ് പോലെ വരച്ചിട്ടുള്ള പ്ലെയിൻ ആണ് y വാല്യൂ -1 ആവുന്ന സമയത്ത്. ദാറ്റ് ഈസ് പാരലൽ ടു ദ റെഡ് കളേർഡ് ആക്സിസ്, ആൻഡ് റെഡ് കളേർഡ് ആക്സിസ് ആരായിരുന്നു? x ആക്സിസ് ആണ്. ഇനി ഇയാള് നമ്മുടെ ഫംഗ്ഷനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ഈ പരാബോളോയിഡിനെ ഇവര് ഈ ഒരു രൂപത്തിൽ മീറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ പ്ലെയിന്. ആ പ്ലെയിന് വെച്ചിട്ട് പരാബോളോയിഡിനെ കട്ട് ചെയ്തു. കട്ട് ചെയ്യുമ്പോൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ്, ആ പരാബോളോയിഡിലുള്ള സം പോയിന്റ്സ് നമുക്ക് കിട്ടും. അവരാരൊക്കെ വരിക? അവര് തമ്മിലുള്ള ഇന്റർസെക്റ്റിംഗ് പാത്ത് ഏതാണെന്ന് നോക്കിയാൽ മതി. ആൻഡ് ദ ഇന്റർസെക്റ്റിംഗ് പാത്ത് ഈസ് ദിസ് കർവ്. ഈ ഒരു കർവാണ് നമുക്ക് ഇന്റർസെക്റ്റിംഗ് പാത്ത് ആയിട്ട് വരുന്നത്. നമ്മുടെ പരാബോളോയിഡില് ആ ഒരു റീജിയണിൽ y എന്നുള്ള പ്ലെയിനിൽ ലൈ ചെയ്യുന്ന പരാബോളോയിഡിലെ ഒരു പെർട്ടിക്കുലർ പോർഷൻ. ഇനി ഈ കർവിന്റെ ടാൻജന്റ് ലൈൻസ് ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഈ ഒരു കർവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ടാൻജന്റ് ലൈന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ആ ടാൻജന്റ് ലൈന് നമ്മൾ ഈ ഓരോ പോയിന്റിലും, കർവിലെ ഓരോ പോയിന്റിലും വരയ്ക്കുന്ന സമയത്തായിരിക്കും എന്തായിരിക്കും? എല്ലാ ടാൻജന്റ് ലൈനും ഏത് പ്ലെയിനിൽ കൺസിഡർ ചെയ്യാം? y എന്നുള്ള പ്ലെയിനിൽ ലൈ ചെയ്യും. അതേപോലെ നമുക്ക് y എന്നുള്ള പ്ലെയിന് കൊണ്ട് കട്ട് ചെയ്യുന്നത്, y ഈസ് ഈക്വൽ ടു -1 പകരം ഞാൻ x ഒന്ന് ഫിക്സ് ചെയ്തു. x എന്നുള്ള പോയിന്റ് ആയിട്ട് ഞാൻ 1 ഫിക്സ് ചെയ്തു. x ഈസ് ഈക്വൽ ടു 1 ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഒരു പ്ലെയിന് കിട്ടും. ആ പ്ലെയിൻ ആരാണ്? നമ്മുടെ y ആക്സിസിന് പാരലൽ ആണ്. y ആക്സിസ് നമ്മുടെ ഗ്രീൻ കളേർഡിലുള്ള ആക്സിസ് ആയിരുന്നു. അതിന് പാരലൽ ആയിട്ടുള്ള ഒരു പ്ലെയിന് കിട്ടി. ആരെ ചൂസ് ചെയ്ത സമയത്ത്? x ഈക്വൽ ടു 1 ചൂസ് ചെയ്ത സമയത്ത്. x ഈക്വൽ ടു 1 ചൂസ് ചെയ്ത സമയത്ത് നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രൂപത്തിൽ ഇയാൾ ലൈ ചെയ്യുന്ന കർവ കിട്ടുക. ഈ x ഈക്വൽ ടു 1 എന്നുള്ള പ്ലെയിന് അതിനെ മീറ്റ് ചെയ്യുന്നു. ആ മീറ്റിംഗ് പോയിന്റ് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. അത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് നോക്കി, ദാറ്റ് ഈസ് ദ റെഡ് കളേർഡ് ഗ്രാഫ്. ഈ റെഡ് കളേർഡിലുള്ള കർവാണ് നമുക്ക് അവര് രണ്ടാളും കൂടി മീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇയാള് ഏത് പ്ലെയിനിൽ കിടക്കും? x is equal to 1 എന്നുള്ള പ്ലെയിനിലുള്ള ഒരു പെർട്ടിക്കുലർ കർവാണ്. ഇതാണ് നമ്മുടെ ഈ കർവിലെ ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരയ്ക്കുന്ന ടാൻജന്റ്. ഇവിടെ ഒരു പോയിന്റ് വരച്ചാൽ ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരയ്ക്കുന്ന ടാൻജന്റ്, ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുന്ന ടാൻജന്റ്. ആ ടാൻജന്റുകൾക്കാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? y എന്ന് വിളിച്ചത്. x ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് y കിട്ടും. സോ നമുക്ക് പെർട്ടിക്കുലർ ആയിട്ട് തന്ന എക്സാമ്പിളിൽ എഫ് എക്സ് ആരാ വരികയെന്നും FY ആരാ വരികയെന്നും നമ്മൾ വിഷ്വലൈസ് ചെയ്തു. FX എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിലുള്ള ടാൻജന്റ് ലൈനാണ്. അതേപോലെ FY എന്ന് പറഞ്ഞാൽ മറ്റൊരു പോയിന്റിലുള്ള ടാൻജന്റ് ലൈനാണ്. അത് എങ്ങനെ വരിക എന്നുള്ളത് വിഷ്വലൈസ് ചെയ്തു. ജനറലി നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് z is equal to f of xy is a function of two variable, therefore this graph will be a surface in 3D. അയാളെ നമ്മൾ y is equal to y0 എന്ന് ഫിക്സ് ചെയ്ത സമയത്ത് ആരെ കിട്ടി? ഡോ എഫ് ബൈ ഡോ എക്സ് കിട്ടി. ദാറ്റ് മീൻസ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് എക്സ് ഈസ് ഈക്വൽ ടു x0 ഫിക്സ് ചെയ്ത സമയത്ത് ഡോ എഫ് ബൈ ഡോ വൈ കിട്ടി ഈസ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ. ഇയാളാണ് നമ്മുടെ z ആക്സിസ്. ഇനി നോക്കാം, എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? അതായത് നമുക്ക് തന്ന സർഫസിനെ ഒരു രൂപത്തിൽ കിട്ടി, ഒരു രൂപത്തിൽ ഒരു y is equal to y0 ഫിക്സ് ചെയ്ത സമയത്ത് കിട്ടുന്ന പ്ലെയിന് കൊണ്ട് കട്ട് ചെയ്ത സമയത്ത് ഒരു കർവ് കിട്ടി. ആ കർവിലെ ഒരു പോയിന്റിലെ ടാൻജന്റ് ലൈനിന് ഈക്വൽ ആണ് എഫ് എക്സ്. ദാറ്റ് മീൻസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഈസ് അറ്റ് എ പോയിന്റ് ഈസ് ദ ടാൻജന്റ് ടു ദ കർവ് അറ്റ് ദാറ്റ് ഗിവൺ പോയിന്റ്. തന്ന പ്ലെയിനും തന്ന സർഫസും കൂടി ഇന്റർസെക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കർവിനുള്ള ടാൻജന്റ് ലൈനാണ്. ഈ ടാൻജന്റ് ലൈനിന്റെ ഡയറക്ഷൻ നോക്കുക. ഈ ടാൻജന്റ് ലൈൻ ആരുടെ ഡയറക്ഷനിലാണ്? എക്സ് ആക്സിസിന്റെ ഡയറക്ഷനിൽ. അതായത് നമ്മൾ y is equal to y0 എന്ന് ഫിക്സ് ചെയ്ത പ്ലെയിനിന്റെ അതേ ഡയറക്ഷനിലാണ് ടാൻജന്റ് ലൈൻ വരുന്നത്. നമ്മുടെ പ്ലെയിൻ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. ആ പ്ലെയിനിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ പെൻസിൽ മൂവ് ചെയ്യുന്നത്. ഈ പെൻസിലാണ് ഓരോ പോയിന്റിലുള്ള ടാൻജന്റ് ലൈൻ എന്നുണ്ടെങ്കിൽ ഗിവൺ പ്ലെയിനിന് പാരലൽ ആയിട്ട് അല്ലെങ്കിൽ ഗിവൻ പ്ലെയിനിലൂടെയാണ് ഈ ടാൻജന്റ് ലൈൻസ് മൊത്തം കടന്നു പോകുന്നത്. ദാറ്റ് മീൻസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഗിവൺ ടാൻജന്റ് ലൈൻ ഈസ് പാരലൽ ടു
the direction of given tangent line is in the direction of x axis. That means the direction of tangent line at a point P when y is fixed is in the direction of x axis. നമ്മൾ പി എന്നുള്ള ഒരു പോയിന്റിലാണ് ടാൻജന്റ് ലൈന് കണ്ടത്. ദാറ്റ് മീൻസ് ആ കർവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാൻജന്റ് ലൈൻസിന്റെ ഒക്കെ ഡയറക്ഷൻ എക്സ് ആക്സിസിന്റെ ഡയറക്ഷനിലായിരുന്നു. അതേപോലെ ഇവിടെ നമുക്ക് കിട്ടുന്ന ടാൻജന്റ് ലൈനുകളൊക്കെ ഗിവൺ കർവ് ഈ ഒരു രൂപത്തിലുള്ള കർവാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഈ ഒരു രൂപത്തിൽ ആർബിട്രറി ആയിട്ട് ഈ ഒരു പ്ലെയിനിലൂടെ കടന്നു പോകുന്ന കർവായിരിക്കും. നമുക്ക് ഇങ്ങനെ ഒരു പ്ലെയിന് കാണാം. എക്സ് ഈസ് ഈക്വൽ ടു എക്സ് നോട്ട് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലൊരു പ്ലെയിന് കാണാം. ദെൻ വി ഹാവ് എ കർവ് ഇൻ ദിസ് പ്ലെയിൻ. ഈ പ്ലെയിനിലൂടെയാണ് നമുക്ക് ആ കർവ് കിട്ടുക. ഈ പ്ലെയിനും സർഫസും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ആണല്ലോ. ആ സമയത്തൊക്കെ നമുക്ക് ഈ പ്ലെയിനിന് നമ്മളാണ്ട് റിമൂവ് ചെയ്തിട്ട് ഇവിടെ ഒരു സർഫസ് അസ്യൂം ചെയ്ത് ഇവിടെ ഒരു കർവ് അസ്യൂം ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു കർവ് കിട്ടും. ആ കർവിന്റെ ഒക്കെ ടാൻജന്റ് ലൈനിന്റെ ഡയറക്ഷൻ എന്താണ്? കർവ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യുന്നതിനനുസരിച്ച് കർവ് ഈ ഒരു രൂപത്തിൽ ഇങ്ങനെ പോവുകയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാൻജന്റ് ലൈൻ എന്ത് വരും? ഇതിങ്ങനെ വേരി ചെയ്ത് ഇങ്ങനെ പോവും. ടാൻജന്റ് ലൈന് സ്ലോപ്പ് കൂടിയിട്ടും കുറഞ്ഞിട്ടും ടാൻജന്റ് ലൈന് മാറും. പക്ഷെ ആ ടാൻജന്റ് ലൈനൊക്കെ എന്താണ്? വൈ ആക്സിസിന് ഡയറക്ഷനിലാണ്. ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസ്. ദാറ്റ് മീൻസ് the direction of tangent line at a point P when x is fixed is in the direction of y axis. x is equal to x naught ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡോ എഫ് ബൈ ഡോ വൈ കിട്ടും. അയാളാണ് ആര്? ടാൻജന്റ് ലൈനിന്റെ ഡെറിവേറ്റീവ്. ദാറ്റ് മീൻസ് ഇയാളെ നമുക്ക് എങ്ങനെ വായിക്കാം? ദ ഡയറക്ഷൻ ഓഫ് ടാൻജന്റ് ലൈൻ അറ്റ് എ പോയിന്റ് എന്നുള്ളതിന് പകരം നമുക്ക് ഡയറക്ഷൻ ഓഫ് ടാൻജന്റ് ലൈനിനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് എ പോയിന്റ് വെൻ വൈ ഈസ് ഫിക്സഡ്. വൈ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ആരായിട്ട് മാറും? വൈ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഡോ എഫ് ബൈ ഡോ എക്സ് ആയിട്ട് മാറും. ദാറ്റ് മീൻസ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ദ ഡയറക്ഷൻ ഓഫ് ടാൻജന്റ് ലൈൻ അറ്റ് എ പോയിന്റ് എന്നുള്ളതിനാണ് നമ്മൾ മാറ്റിയത്. ടാൻജന്റ് ലൈൻ അറ്റ് എ പോയിന്റ് പി എന്നുള്ളതിനെ വെൻ വൈ ഈസ് ഫിക്സഡ് എന്നും കൂടി കൂട്ടിയിട്ട് ആരാക്കി മാറ്റി? ഡോ എഫ് ബൈ ഡോ എക്സ് ആക്കി മാറ്റി. ദാറ്റ് മീൻസ് ടാൻജന്റ് ലൈൻ അറ്റ് എ പോയിന്റ് പി വെൻ വൈ ഈസ് ഫിക്സഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ ഡോ എഫ് ബൈ ഡോ എക്സ്. ഡോ എഫ് ബൈ ഡോ എക്സിന്റെ മീനിങ് ആണ് ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ വൈ ഫിക്സ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ടാൻജന്റ് ലൈനാണ്. ആ കർവിനുള്ള ടാൻജന്റ് ലൈനാണ്. Is in the direction of x axis. That means the direction of partial derivative of f with respect to x is in the direction of x axis, and the direction of partial derivative of f with respect to y is in the direction of y axis. ഈ എക്സ് ആക്സിസിന്റെ ഡയറക്ഷൻ ഒക്കെ നമുക്ക് ആരെ വെച്ച് മാർക്ക് ചെയ്യാം? എക്സ് ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടർ ആയിട്ട് നമുക്ക് ഐ ക്യാപ്പ് എന്നുള്ള യൂണിറ്റ് വെക്ടർ എടുക്കാം. ഐ എം ലെറ്റിംഗ് I cap is the unit vector in the direction of x axis. x axisന് ഉള്ള എല്ലാ വെക്ടറും എക്സ് ആക്സിനുള്ള എല്ലാ ഡയറക്ഷനിലുള്ള വെക്ടറും രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണ്. v1 ഉം v2 ഉം ഈക്വൽ ആവണമെങ്കിൽ എന്താവണം? രണ്ടാൾക്കും സെയിം മാഗ്നിറ്റ്യൂഡ് ആവണം, സെയിം ഡയറക്ഷനും ആവണം. ഇവിടെ ഞാനൊരു പോയിന്റ് എടുത്താൽ ഈ പോയിന്റിലേക്കുള്ള വെക്ടർ ആക്കിയിട്ട് എനിക്ക് ആരെടുത്താൽ മതി? ഒറിജിനിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള വെക്ടർ ആക്കിയിട്ട് എനിക്ക് ഐ ക്യാപ്പിനെ ഇത്രയും ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള വെക്ടർ ഞാൻ എടുത്തു. അതായത് ഇവിടെ എത്രയാണോ മാഗ്നിറ്റ്യൂഡ് വരുന്നത് അതേ മാഗ്നിറ്റ്യൂഡിലുള്ള ഒരു വെക്ടറാണ് ഞാൻ ഇവിടെ എടുത്തത്. ഇയാൾ ഇതിൻ്റെ ഒരു പോയിന്റും ഇയാൾ മറ്റൊരു പോയിന്റും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെയിം ലെങ്ത് വരുന്നത്. ആൻഡ് ഡയറക്ഷൻ എന്താണ്? ഡയറക്ഷൻ രണ്ടാൾക്കാരും ഡയറക്ഷൻ പാരലലാണ്. ദാറ്റ് മീൻസ് രണ്ടാൾക്കാരും ഡയറക്ഷൻ സെയിം ആണ്. ഡയറക്ഷൻ സെയിം ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡും സെയിം ആണെങ്കിൽ ഇവർ രണ്ടാളും ഈക്വൽ ആണെന്ന് പറയാം. കാരണം നമുക്ക് എന്ത് ചെയ്യാം? ഇയാളിങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യാതെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എനിക്ക് ഇവിടെ ഉള്ള വെക്ടറിന്റെ മുകളിൽ കൊണ്ടുപോയി വെക്കാം. അവിടെയുള്ള വെക്ടറിന്റെ മുകളിൽ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് രണ്ടാളും കൂടി കോയിൻസൈഡ് ചെയ്യും. ദാറ്റ് മീൻസ് എക്സ് ആക്സിസിലുള്ള എല്ലാ വെക്ടറും
ദാറ്റ് മീൻസ് എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് എക്സ് ആക്സിസിന്റെ ഡയറക്ഷനിലുള്ള എല്ലാ വെക്ടറും നമുക്ക് എന്ത് ചെയ്യാം, ഐ ക്യാപ്പിന്റെ ഡയറക്ഷനിലാണെന്ന് പറയാം. ദ direction of all vectors in x-axis is specified by the unit vector I cap. Therefore, the derivative, the partial derivative of f with respect to x is in the direction of I. And the partial derivative of f with respect to y, partial derivative of f with respect to y എടുക്കുന്ന സമയത്ത് ആരുടെ ഡയറക്ഷനിലാണ്, വൈ ആക്സിസിന്റെ ഡയറക്ഷനിലാണ്. പക്ഷെ വൈ ആക്സിലുള്ള ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആയിട്ട് നമുക്ക് ആരെടുക്കാം, ജെ ക്യാപ്പ് എടുക്കാം. വൈ ആക്സിസിന്റെ ഡയറക്ഷനിലുള്ള ഏതൊരു വെക്ടർ എടുത്താലും നമുക്ക് ജെ ക്യാപ്പ് കൊണ്ട് എന്തെങ്കിലും ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്തതിന് ഈക്വൽ ആയിരിക്കും. Therefore, the direction of any vector in the direction of y is specified by the unit vector j cap. J cap ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് y ആക്സിസിലുള്ള എല്ലാ വെക്ടേഴ്സും കാണാൻ പറ്റും, y ആക്സിസിന്റെ ഡയറക്ഷനിലുള്ള എല്ലാ വെക്ടേഴ്സും കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരു പാരലൽ ആയിട്ട് ഒരു വെക്ടർ ഇങ്ങനെ ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഇയാളെ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇവിടെ കൊണ്ട് കൊടുന്ന് വെച്ചാൽ y ആക്സിസിലുള്ള വെക്ടറായി. അയാളെ കൊണ്ട് ഒറിജിൻക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഒറിജിൻ നിന്ന് കുറച്ച് ഡിസ്റ്റൻസിലുള്ള ഒരാളായി. അത് ജെ ക്യാപ്പ് എന്നുള്ള യൂണിറ്റ് വെക്ടറിനെ എന്തെങ്കിലും ഒരു സ്കാലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കാരം. ദാറ്റ് മീൻസ് ഇയാളെ നമുക്ക് ഇവിടെയുള്ള വെക്ടറിനെ ഇറ്റ് എന്ത് ചെയ്യിപ്പിക്കാം, കോയിൻസൈഡ് ചെയ്യിപ്പിക്കാം. രണ്ടാളും ഈക്വൽ ആണ്. കാരണം രണ്ടാളും വെക്ടറും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആണ്. അതുകൊണ്ട് വൈ ആക്സിസിന്റെ ഡയറക്ഷനിലുള്ള എല്ലാ വെക്ടേഴ്സും ആരെ വെച്ച് സ്പെസിഫൈ ചെയ്യാം, ജെ ക്യാപ്പിനെ വെച്ച് സ്പെസിഫൈ ചെയ്യാം. J cap is the unit vector in the direction of y. Therefore, we have concluded that the partial derivative of f with respect to x is in the direction of I cap, and the partial derivative of f with respect to y is in the direction of j cap. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, z is equal to 3 minus x square minus y square. ഇതിൽ നമുക്ക് ആ പാർഷ്യൽ ഡെറിവേറ്റീവുകൾ പ്ലെയിന് തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ പാർഷ്യൽ ഡെറിവേറ്റീവ് വരുന്നതെന്നും ഡയറക്ഷൻ എന്താണെന്നും ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. നമുക്ക് തന്ന ഫംഗ്ഷൻ 3 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആയിരുന്നു. അയാളെ ആരെ കൊണ്ട് ഫിക്സ് ചെയ്യിപ്പിച്ചു, y ഈസ് ഈക്വൽ ടു -1 എന്നുള്ള പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്തപ്പോൾ നമുക്ക് ആരെ കിട്ടി, അവ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന കർവ് കിട്ടി. ആ കർവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാൻജന്റ് ലൈനിനെയാണ് നമ്മൾ എഫ് എക്സ് എന്ന് വിളിച്ചത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം, ഈ കർവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഓരോ പോയിന്റിലും ടാൻജന്റ് ലൈൻ വരയ്ക്കണമെന്ന് കരുതുക. അതായത് ആരെയാണ് ഫിക്സ് ചെയ്തത്, വൈനെ ഫിക്സ് ചെയ്തു. വൈനെ ഫിക്സ് ചെയ്തപ്പോൾ കിട്ടിയ കർവാണ് ഇയാള്. ഇതിൽ ടാൻജന്റ് ലൈൻ വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു ടാൻജന്റ് പോയിന്റ്സ്, ഓരോ പോയിന്റ്സ്, ഈ കർവിലെ ഓരോ പോയിന്റ്സ് എടുക്കുമ്പോഴും അതിന്റെ എല്ലാ ടാൻജന്റ് ലൈനും ഏത് പ്ലെയിനിൽ കിടക്കും, നമ്മൾ ഇപ്പോൾ വരച്ചിട്ടുള്ള ഈ നെറ്റ് പോലെ മാർക്ക് ചെയ്തിട്ടുള്ള ബ്ലൂ കളേർഡ് പ്ലെയിനിൽ കിടക്കും. ആ പ്ലെയിനിൽ ഓരോ ലൈന് വരച്ചാലും അയാളൊക്കെ ഏത് ലൈനിന്റെ ഡയറക്ഷനിലാണ് ലൈ ചെയ്യുക. ഇപ്പൊ ഇതിൽ നമ്മൾ ഇവിടെ ഒരു പോയിന്റിൽ ഒരു ലൈന് വരച്ചാൽ അയാള് റെഡ് ആക്സിസിന് പാരലൽ ആണ്. റെഡ് ആക്സിസ് ആരാണ്, എക്സ് ആക്സിസ്. ദാറ്റ് മീൻസ് എക്സ് ആക്സിസിന്റെ ഡയറക്ഷനിലാണ് നമുക്ക് എഫ് എക്സിന്റെ ഡയറക്ഷൻ കിട്ടുന്നത്. ഇതേപോലെ നമുക്ക് വൈ ഫിക്സ് ചെയ്യുന്നതിന് പകരം എക്സ് ഫിക്സ് ചെയ്താൽ അവ തമ്മിലുള്ള ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ആയിട്ട് കിട്ടുന്ന കർവ്, ഈ കർവിന്റെ ടാൻജന്റ് ലൈന് നിങ്ങൾ നോക്കി, ഇതാ ഈ കർവിന്റെ ടാൻജന്റ് ലൈന് വരയ്ക്കുന്ന സമയത്ത് ഇതാണ് നമ്മുടെ കർവ്. എവിടെ ലൈ ചെയ്യും, ഓരോ പോയിന്റ്സും എവിടെ ലൈ ചെയ്യുന്നുണ്ട്, ഈ പ്ലെയിനിൽ, റെഡ് കളേർഡ് പ്ലെയിനിൽ ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഞാനൊരു പോയിന്റ് എടുത്തു, ആ പോയിന്റിന്റെ ടാൻജന്റ് ലൈന് ഞാനൊരു ലൈന് ഈ ഒരു രൂപത്തിൽ ഒരു ടാൻജന്റ് ലൈന് വരച്ചാൽ ആ ടാൻജന്റ് ലൈന് ഈ വൈ എന്നുള്ള പ്ലെയിനിൽ, ഈ റെഡ് കളേർഡ് എക്സ് ഈസ് ഈക്വൽ ടു 1 എന്നുള്ള പ്ലെയിനിൽ ലൈ ചെയ്യും. ആ പ്ലെയിനിൽ ലൈ ചെയ്യുന്നത് എല്ലാ ലൈൻസും ആ പ്ലെയിനിന്റെ ഡയറക്ഷനിലായിരിക്കും. പ്ലെയിനിന്റെ ഡയറക്ഷൻ എന്താണ്, ആർക്ക് പാരലൽ ആണ്, ഗ്രീൻ കളേർഡ് ആക്സിസിന് പാരലൽ ആണ്. അപ്പൊ ഗ്രീൻ കളേർഡ് ആക്സിസ് ആരാണ്, നമ്മുടെ വൈ ആക്സിസ് ആണ്. അപ്പൊ ഇവിടെയുള്ള ഓരോ ടാൻജന്റ് ലൈനും വൈ ആക്സിസിന് പാരലൽ ആണ്. ദാറ്റ് മീൻസ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യൂണിറ്റ് വെക്ടർ j cap, and the previous one, when y is equal to -1, the intersecting paths will be the blue colored curve, and the direction of
each tangent vector is in the direction of the plane y is equal to -1 and that is parallel to x axis. That means in the direction of x and is in the direction of unit vector I cap. y equal to -1 ഫിക്സ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയ ബ്ലൂ കളേർഡ് കർവിലെ ഒരു പെർട്ടിക്കുലർ പോയിന്റിന്റെ ടാൻജന്റ് ലൈൻ ആണ് ഞാൻ ഈ റെഡ് കളേർഡിൽ വരച്ച് കിട്ടുള്ളത്. y equal to -1 ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ് ആക്സിന് പാരലൽ ആയിട്ട് കിട്ടും. ആ എക്സ് ആക്സിന് പാരലൽ ആയിട്ട് കിട്ടിയ ഒരു കർവ് ആയിരുന്നു ബ്ലൂ കളേർഡ് കർവ്. അതിലൊരു പോയിന്റ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തു. ആ പോയിന്റിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള ടാൻജന്റ് വെക്ടർ ആണ് ഈ റെഡ് കളേർഡ് ലൈന്. ആ ടാൻജന്റ് ലൈനിന്റെ ഡയറക്ഷൻ ആർക്ക് പാരലൽ ആണ്? എക്സ് ആക്സിന്റെ ഡയറക്ഷനിൽ പാരലൽ ആണ്. അയാളെ നമ്മൾ ഈ പർപ്പിൾ കളേർഡിൽ ഇവിടെ ഒരു ലൈൻ സെഗ്മെന്റ്, ഒരു ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ് വരച്ചിരിക്കണ്. ആ ഡയറക്ഷനിലാണ് ടാൻജന്റ് ലൈൻ. ഇയാൾ ആരാണ്? നമ്മുടെ ഈ കർവിലെ ടാൻജന്റ് ലൈൻ എന്ന് പറഞ്ഞാൽ y ഫിക്സ് ചെയ്തത് കൊണ്ട് ദിസ് ഈസ് അവർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് f വിത്ത് റെസ്പെക്ട് ടു x അറ്റ് ദിസ് പോയിന്റ്. സിമിലർലി നമുക്ക് y-ന് കറസ്പോണ്ടിങ് ആയിട്ടും ഇതേപോലെ ഒരു ഫിഗർ വരക്കാം. y ഫിക്സ് ചെയ്ത സമയത്തും x ഫിക്സ് ചെയ്ത സമയത്തും രണ്ട് കർവുകൾ കിട്ടി. ആ കർവിന്റെ ടാൻജന്റ് ലൈനിനെ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് f വിത്ത് റെസ്പെക്ട് ടു x എന്നും പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് f വിത്ത് റെസ്പെക്ട് ടു y എന്നും നമ്മൾ വിളിച്ചു. ഇനി y-ഉം x-ഉം ഫിക്സ് ചെയ്യുന്നതിന് പകരം വേറൊരു പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്യാം. നമ്മൾ y ഈക്വൽ ടു -1 എന്നുള്ള ഒരു പോയിന്റ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് പ്ലെയിൻ കൊണ്ടാണ് കട്ട് ചെയ്യുന്നത്? x ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്തു. ഇനി x ഈസ് ഈക്വൽ ടു 1 ഫിക്സ് ചെയ്ത സമയത്ത് നമ്മൾ y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള മറ്റൊരു പ്ലെയിൻ കൊണ്ടാണ് കട്ട് ചെയ്തത്. ഇതിന് പകരം നമ്മൾ ജനറലി ഏതെങ്കിലും ഒരു പ്ലെയിൻ കൊണ്ട് തന്ന കർവിനെ കട്ട് ചെയ്യുമ്പോൾ അത് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യൂലേ? നമ്മൾ y ഈസ് ഈക്വൽ ടു 1 എടുക്കുന്നതിന് പകരം ഞാൻ y ഈസ് ഈക്വൽ ടു x എന്നുള്ള പ്ലെയിൻ കൺസിഡർ ചെയ്തു. y ഈസ് ഈക്വൽ ടു x എന്നുള്ള പ്ലെയിൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലെയിൻ കട്ട് ചെയ്യുന്നു. y ഈസ് ഈക്വൽ ടു x എന്നുള്ള പ്ലെയിന് തന്ന ഗ്രാഫിനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഈ ഒരു രൂപത്തിലുള്ള കർവാണ്. ഇവര് രണ്ടാളും കൂടി മീറ്റ് ചെയ്യുന്നത് ഈ പ്ലെയിനിലായിരിക്കും കിടക്കുക. അവ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നത് ഏതാ വരിക? ഇന്റർസെക്ട് ഓഫ് f ആൻഡ് g ഈസ് ദിസ് കർവ്. ഇപ്പൊ ഞാൻ വരച്ചിട്ടുള്ള ബ്ലൂ കളേർഡിലുള്ള ഈ കർവാണ് അവ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി y ഈസ് ഈക്വൽ ടു x-ന് പകരം ഞാൻ വേറൊരു പാത്ത് ചൂസ് ചെയ്തു. y ഈസ് ഈക്വൽ ടു -x. then what will we get? y is equal to -x ആയ സമയത്ത് നമുക്ക് നേരത്തെ കിട്ടിയ പ്ലെയിനിന് പകരം ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞു. ഇയാൾ ഏത് ഡയറക്ഷനിലല്ല? എക്സ് ആക്സിസിന് പാരലൽ അല്ല. ദാറ്റ് മീൻസ് y ഫിക്സഡ് അല്ല, y ആക്സിസിനും പാരലൽ അല്ല. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് പ്ലെയിനുകൾ മാറ്റാണ്. ഞാൻ ഇവിടെ നമ്മുടെ ആക്സിസ് ഒന്ന് ഷോൺ ചെയ്യുന്നതിന് പകരം ആക്സിസ് ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാം. ഇത് ഏതോ ജനറൽ ഒരു പ്ലെയിൻ ആണ്. ആ പ്ലെയിന് നമ്മളെ കർവിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലൊരു കർവ് കിട്ടുന്നു. ഇതിന്റെ ടാൻജന്റ് ലൈന് ഈ പ്ലെയിനിന്റെ ഡയറക്ഷനിലാണ്. ഇനി ഇവരൊന്ന് റൊട്ടേറ്റ് ചെയ്താൽ തന്ന ഗിവൺ കർവ് നമ്മുടെ ഗ്രീൻ കളറിലുള്ള പരാബോളോയിഡ് റൊട്ടേറ്റ് ചെയ്യാതെ ഈ പ്ലെയിൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന മാതിരി അസ്യൂം ചെയ്യാം. പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കർവ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? പല ഡയറക്ഷനിലുള്ള പല ടാൻജന്റ് വെക്ടേഴ്സ് കിട്ടും. അപ്പൊ നമ്മളെ കയ്യിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ജസ്റ്റ് നമുക്ക് വേറൊരു വിഷ്വലും കൂടെ കാണാം. ഈ ഫിഗർ നോക്കുക. ഈ ഫിഗറിൽ നമുക്ക് തന്ന പരാബോളോയിഡിനെ ഒരു പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്ത സമയത്ത് നമുക്ക് ഈ ബ്ലൂ കളേർഡിൽ മാർക്ക് ചെയ്തിട്ടുള്ള കർവ് കിട്ടി. അതിന്റെ ടാൻജന്റ് വെക്ടർ ആണ് ഞാൻ ഈ റെഡ് കളേർഡിൽ വരച്ചിട്ടുള്ളത്. അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? നമ്മൾ y ഫിക്സ് ചെയ്തത് കൊണ്ട് ഇയാള് എക്സ് ആക്സിന് പാരലൽ ആണ്. എക്സ് ആക്സിസിന്റെ ഡയറക്ഷൻ ആണ്. ദാറ്റ് മീൻസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി യൂണിറ്റ് വെക്ടർ I. ഇനി നമുക്ക് y ഫിക്സ് ചെയ്യുന്നതിന് പകരം എക്സും ഫിക്സ് ചെയ്യുന്നതിന് പകരം y-ഉം x-ഉം ഏത് പ്ലെയിനിലൂടെയും കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? നമ്മൾ നേരത്തെ വിഷ്വലിൽ കണ്ടു എന്ത് മാറിക്കൊണ്ടിരിക്കുന്നു? ദ ഗിവൺ ടാൻജന്റ് ലൈൻ വേരിയസ്. ദ ഡയറക്ഷൻ ഓഫ് ദ ടാൻജന്റ് ലൈൻ വേരിയസ്. ഓരോ പോയിന്റിലും നമുക്ക് പല പല പ്ലെയിനുകളെ കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല പല ടാൻജന്റ് ലൈൻസ് ആണ് കിട്ടുന്നത്. ഇതാ നമ്മളിപ്പോ ഏകദേശം എക്സ് വൈ ആക്സിന് പാരലൽ ആയിട്ടുള്ള ഒരു ടാൻജന്റ് ലൈൻ ആണ് ഞാനിപ്പോ വരച്ചത്. ഈ പർപ്പിൾ കളേർഡിലുള്ളതാണ് y ആക്സിന് പാരലൽ ആയിട്ടുള്ള ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ്. ദാറ്റ് മീൻസ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ്
ജെ ക്യാപ്പിന്റെ ഡയറക്ഷനിൽ ഇയാൾ ആരാണെന്ന് നമുക്കറിയാം. എക്സ് ഫിക്സ് ചെയ്തത് കൊണ്ട് ഇയാൾ ആരാണ്? എഫ് വൈന് ഈക്വൽ ആണ്. ദിസ് ഈസ് അവർ എഫ് വൈ. ഹെൻസ് വി ഹാവ് എ ബിഗ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ജനറൽ ഫംഗ്ഷൻ ഫോർ ദ ടാൻജന്റ് ഡെറിവേറ്റീവ്? ഏതൊരു പ്ലെയിന് കൊണ്ടും നമുക്ക് ഗിവൺ ആയിട്ടുള്ള കർവിനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല പല ടാൻജന്റ് ലൈൻസ്, ഇവിടെ നമുക്ക് നോക്കിയാൽ പല പല ടാൻജന്റ് ലൈൻസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ നമുക്ക് ഏതൊരു കർവ് തന്നാലും ആ കർവിനെ നമുക്ക് ഏതൊരു പ്ലെയിനും, നമുക്ക് വൈ ഫിക്സ് ചെയ്യുന്ന പ്ലെയിൻ ആവണ്ട, എക്സ് ഫിക്സ് ചെയ്യുന്ന പ്ലെയിൻ ആവണ്ട, ജനറലി ഒരു പ്ലെയിന് കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ആ പ്ലെയിനിന്റെ ഡയറക്ഷൻ എക്സ് ആക്സിന്റെ ഡയറക്ഷൻ ആവണമെന്നില്ല. ദാറ്റ് മീൻസ് ഐന്റെ ഡയറക്ഷനും ആവൂല, വൈ ആക്സിന്റെ ഡയറക്ഷൻ ആവൂല, ദാറ്റ് മീൻസ് ജെന്റെ ഡയറക്ഷനും ആവൂല. അപ്പൊ ആ പ്ലെയിനിന്റെ ഡയറക്ഷനുകളിലുള്ള ഒരു വെക്ടർ ഉണ്ടാവും. ആ വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ കാണാം? നമ്മൾ മറ്റ് രണ്ട് കേസസും പറഞ്ഞു, എഫ് എക്സ് ആയിട്ടും എഫ് വൈ ആയിട്ടും. ഹെൻസ് വി ഹാവ് എ ബിഗ് ക്വസ്റ്റ്യൻ. എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എനി വെക്ടർ വി? ഏതൊരു വെക്ടർ തന്നാലും നമ്മൾ ഐ ക്യാപ്പ് തരുന്ന സമയത്തും കണ്ടു, ജെ ക്യാപ്പ് തരുന്ന സമയത്തും കണ്ടു. ഇതേപോലെ നമുക്ക് പല പല പ്ലെയിനിലൂടെ കിട്ടുന്ന സമയത്ത് പല പല റൊട്ടേഷൻസ് കിട്ടും. അത്തരം സമയത്ത് നമുക്ക് കിട്ടുന്ന കർവിന്റെ ടാൻജന്റിലെ ലൈനിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? So our aim in this lecture is to answer this question. What's our aim? The rate of change of f in any direction, in the direction of any vector. നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്തു ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ഡയറക്ഷനിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ ഗിവൺ കർവ് ആണ്. ദാറ്റ് മീൻസ് വൈ ഈസ് ഈക്വൽ ടു വൈ നോട്ട് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്ന സർഫസിനെ സെഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള സർഫസിനെ വൈ ഈസ് ഈക്വൽ ടു വൈ നോട്ട് എന്നുള്ള പ്ലെയിൻ മീറ്റ് ചെയ്യുന്ന കർവിലെ ഒരു പോയിന്റിലെ ഡെറിവേറ്റീവ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഐ ക്യാപ്പ് എന്ന് നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്തു. ദെയർഫോർ ഐ ക്യാപ്പ് എന്നുള്ള ഡയറക്ഷനിലുള്ള ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഐ വി ഹാവ് ഫോംഡ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ആൻഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെ the tangent to the curve is dou f by dou y. ജനറലി ഏതെങ്കിലും ഒരു വെക്ടർ വി തന്നാൽ ആ വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള ടാൻജന്റ് ആ വെക്ടറിന്റെ ഡയറക്ഷനിൽ, ദാറ്റ് മീൻസ് ആ വെക്ടർ ജനറൽ വെക്ടർ ആയിട്ട് ഞാനൊരു വെക്ടർ എടുത്തു, ഇങ്ങനെ ഒരു വെക്ടർ എടുത്തു, ആ വെക്ടർ പാസ് ചെയ്യുന്ന പ്ലെയിന്, ഈ ഒരു പ്ലെയിന് തന്ന സർഫസിനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കർവിന്റെ ഏതെങ്കിലും ഒരു ആർബിട്രറി കർവിന്റെ ടാൻജന്റ് ലൈനിന്റെ ഡയറക്ഷൻ എങ്ങോട്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇവിടെ റേസ് ചെയ്തത്. ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്നുള്ള കോൺസെപ്റ്റ് പറയുന്നത്. അതിന്റെ ആൻസർ ആയിട്ടാണ് നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് പറയുന്നത്. നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. We have given some function z is equal to f of xy. അതിന്റെ ഗ്രാഫ് എന്തായിരിക്കും? ഒരു 3 ഡയമെൻഷണൽ സ്പേസിലുള്ള ഒരു സർഫസ് ആയിരിക്കും. ഈ ബോർഡ് എന്നുള്ള പ്ലെയിൻ ആയിട്ട് എക്സ് വൈ പ്ലെയിനും മുകളിലേക്കുള്ള ആക്സിസ് ആയിട്ട് സെഡ് ആക്സിസും ഞാൻ ട്രീറ്റ് ചെയ്താൽ ഈ ഒരു സർഫസിലുള്ള ഈ ഒരു സ്പേസിലുള്ള ഒരു സർഫസ് ആയിരിക്കും ഇതിന്റെ ഗ്രാഫ് വരിക. ഇയാളെ വൈ ആക്സിസും ഇയാൾ എക്സ് ആക്സിസും ആക്കിയിട്ട് എടുത്തു. ഈ ഡയറക്ഷനിലുള്ളത് നമ്മുടെ എക്സ് ആക്സിസ്, ഈ ഡയറക്ഷനിൽ വൈ ആക്സിസ്, രണ്ടും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലുള്ള ആക്സിസുകളാക്കി എടുത്തു. രണ്ടാക്കും പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഈ ഒരു മാർക്കർ പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷൻ ആരാക്കിയിട്ട് കൊടുത്തു? സെഡ് ആക്സിസും ആക്കിയിട്ട് കൊടുത്തു. ഞാൻ ആദ്യം ഇവരെ നമുക്ക് 3D എങ്ങനെയാണ് വിഷ്വൽ വരിക എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഈ 3 ഡയമെൻഷനിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് 2D ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം 3D ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ സർഫസ് തന്നെ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു കുത്തനെ നിൽക്കുന്നതാണ് നമ്മുടെ സെഡ് ആക്സ്. തൽക്കാലം സെഡ് ആക്സ് ഞാൻ അവിടെ നിന്ന് വിഷ്വൽ നിന്ന് മാറ്റുന്നുണ്ട്. നമ്മളുടെ ആവശ്യം എന്താ? ഒരു ജനറൽ വെക്ടർ വി തരും. വി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് തമ്മിൽ
ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെന്റ്, ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ് ആയിരിക്കും, അയാളായിരിക്കും ആ വെക്ടർ. ഇതിന്റെ ഓർഡേർഡ് പെയർ ആയിട്ട് എക്സ് വൈ സെഡ് ആക്സ്, ബോർഡ് എന്നുള്ളത് സെഡ് പ്ലെയിൻ, സെഡ് ആക്സ് നമ്മൾ ഇങ്ങനെ വെച്ച് സെഡ് ആക്സ് ആയിരുന്നു. അതിൽ ഈ പോയിന്റിൽ നമ്മുടെ ബോർഡ് എന്നുള്ള പ്ലെയിന് കൺസിഡർ ചെയ്യുന്ന സമയത്ത് സെഡ് കോർഡിനേറ്റ് ആരായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഇവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസിലുള്ള പോയിന്റ് ആണ് ഇയാൾ. ദിസ് ഈസ് അവർ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, y പ്ലസ് ഡെൽറ്റ വൈ ആൻഡ് z കോർഡിനേറ്റ് ഈസ് 0. എക്സ് എന്നൊരു ചെറിയ ഇൻക്രിമെന്റ് കൊടുത്തു ഇങ്ങോട്ട്, ആൻഡ് വൈ എന്നൊരു ചെറിയ ഇൻക്രിമെന്റ് കൊടുത്തു ഇങ്ങോട്ട്. അയാളാണ് നമ്മുടെ ഈ പോയിന്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, വൈ പ്ലസ് ഡെൽറ്റ വൈ, 0. ദാറ്റ് മീൻസ് ഈ ഒരു ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ് വരും. ഈ ഒരു പെൻസിൽ ഡയറക്റ്റ് ചെയ്യുന്ന ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ് നമുക്ക് ഇങ്ങനെ ഒരു വിഷ്വൽ ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ വി എന്നുള്ള വെക്ടർ. ഇനി ഈ വെക്ടർ കൊണ്ട് നമുക്ക് ഒരു സർഫസ് തരും, ആ സർഫസിനെ കട്ട് ചെയ്യണം. ഈ വെക്ടർ കൊണ്ടല്ല, ഈ വെക്ടർ പാസ് ചെയ്യുന്ന പ്ലെയിൻ ആണ്. ദാറ്റ് മീൻസ് ഇതിന് പാരലൽ ആയിട്ട് നമ്മുടെ ജനറൽ വെക്ടർ ആണ് ഇയാള്. നേരത്തെ നമ്മൾ എടുത്തത് ഈ വെക്ടർ ആയിരുന്നു, ഐയിലുള്ള ഡയറക്ഷനിലുള്ള എക്സ് ആക്സിന്റെ ഡയറക്ഷനിലുള്ള വെക്ടർ ആയിരുന്നു. ആ വെക്ടറിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്തു. പിന്നീട് നമ്മൾ വൈ ആക്സിന്റെ ഡയറക്ഷനിലുള്ള പ്ലെയിൻ കൊണ്ട് പാസ് ചെയ്യുന്നത് കട്ട് ചെയ്തു. അപ്പോഴും നമുക്ക് ഡെറിവേറ്റീവ് ആരാന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റി. ഇനി നമ്മൾ ജനറലി ഇങ്ങനെ ഒരു വെക്ടർ എടുത്തു. ദിസ് ഈസ് അവർ വി. ദ വെക്ടർ വി ഈസ് ദ പോയിന്റ് ജോയിനിങ് എക്സ് വൈ 0 ആൻഡ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, വൈ പ്ലസ് ഡെൽറ്റ വൈ 0. ഇതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആയിട്ട് ഞാൻ സം യു എന്നുള്ള ഒരു വെക്ടർ എടുത്തു. ഇയാളാണ് ഇതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ. ഇതാണ് നമ്മുടെ ആംഗിൾ തീറ്റ എന്നുണ്ടെങ്കിൽ യുവിനെ നമുക്ക് എങ്ങനെ ഇതാ, യു ഈക്വൽ ടു കോസ് തീറ്റ ഐ പ്ലസ് സൈൻ തീറ്റ ജെ എന്ന് ഇതാം. യുവിന്റെ മോഡുലസ് എടുക്കുന്ന സമയത്ത് മോഡുലസ് ഓഫ് യു ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് കോർഡിനേറ്റിന്റെ സ്ക്വയർ, വൈ സെഡ് കോർഡിനേറ്റ് നമ്മൾ 0 ആക്കിയിട്ടാണ് എടുക്കുന്നത്. ദാർഫോർ എക്സ് കോർഡിനേറ്റിന്റെ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് വൈ കോർഡിനേറ്റിന്റെ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ വരും. കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈസ് 1. Therefore, if this angle is theta, then the x coordinate is, then the unit vector u can be represented by u equal to cos theta i plus sin theta j. നമുക്ക് എക്സ് ആക്സിൽ ഇയാളായിട്ടും വൈ ആക്സിൽ ഈ ഡിസ്റ്റൻസും കാണാൻ പറ്റും. ഇവിടെ ഉള്ളതാണ് നമ്മുടെ വൈ ഡിസ്റ്റൻസ്, ഇതാണ് നമ്മുടെ എക്സ്. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? കോസ് തീറ്റ, എക്സ് എന്നുള്ളത് കോസ് തീറ്റക്ക് കറസ്പോണ്ടിങ് ആയിരിക്കും, വൈ എന്നുള്ളത് സൈൻ തീറ്റക്ക് കറസ്പോണ്ടിങ് ആയിരിക്കും. ഇതാണ് നമ്മുടെ നോം. ഇയാള് ഡിസ്റ്റൻസ് 1 ആണ്. ഈസ് യൂണിറ്റ് വെക്ടർ, therefore this modulus is, this magnitude is 1. Therefore cos theta കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? adjacent side by opposite side. That means x is equal to cos theta, and sin theta കാണാനുള്ള ഇക്വേഷൻ opposite side by hypotenuse. Adjacent side by hypotenuse and opposite side by hypotenuse. Therefore sin theta is equal to y by 1, which is equal to y. Therefore y is sin theta and x is cos theta. Therefore this unit vector can be represented by, this is our u, this unit vector can be represented by cos theta I plus sin theta j, and this is our vector v. ഇയാളാണ് നമ്മുടെ v. ഈ v എന്നുള്ള വെക്ടറിന്റെ ഡയറക്ഷൻ ആരുടെ ഡയറക്ഷനിലാണ്? യുവിന്റെ ഡയറക്ഷനിലുള്ള വെക്ടറാണ്. ദാറ്റ് മീൻസ് ഏതൊരു വെക്ടറിനെയും നമുക്ക് എന്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാം? യൂണിറ്റ് വെക്ടറിനെ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഡയറക്ഷൻ ഓഫ് വി ഈസ് റെപ്രസെന്റഡ് ബൈ ഡയറക്ഷൻ ഓഫ് യു. ഈ ഡിസ്റ്റൻസ് എന്താ വരിക? ഇതാരാ പോയിന്റ്? എക്സ് വൈ 0. ഈ പോയിന്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, വൈ പ്ലസ് ഡെൽറ്റ വൈ ആൻഡ് 0. രണ്ടാളും കൂടി തമ്മിൽ ഡിസ്റ്റൻസ് കാണാൻ ഡിസ്റ്റൻസ് ഫോർമുല x2 മൈനസ് x1 ഹോൾ സ്ക്വയർ. x2 ആരാ? എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് x1.
ഇത് x2 y2 z2 x1 y1 z1. x1 ആരാ x ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 y പ്ലസ് ഡെൽറ്റ y മൈനസ് y ഹോൾ സ്ക്വയർ പ്ലസ് z2 0 ആണ്, z1 0 ആണ്, അയാളെ നമുക്ക് അവിടെ എടുക്കേണ്ട ആവശ്യമില്ല. ഈക്വൽ ടു എക്സും എക്സും ക്യാൻസൽ ചെയ്ത് റൂട്ട് ഓഫ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ഡെൽറ്റ വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ഡെൽറ്റ വൈ ഹോൾ സ്ക്വയർ ആണ് ഈ ഒരു ഡിസ്റ്റൻസ് വരിക. ഡെൽറ്റ എക്സ് ആരാ? എക്സ് എന്നുള്ള പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ചേഞ്ച്. ദിസ് ഈസ് വി ക്യാൻ ഫോം എ റൈറ്റ് ട്രയാങ്കിൾ ഹിയർ. വൈന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഡെൽറ്റ വൈ. ദാറ്റ് മീൻസ് ദിസ് ഡിസ്റ്റൻസ്, ദിസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ഡെൽറ്റ വൈ. എക്സ് ഈ പോയിന്റ്, ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ഡിസ്റ്റൻസ് എന്താ വരിക? ഇവിടെ വരും. എക്സ് ഇങ്ങോട്ടുള്ള ചേഞ്ച് ആണ് ഇയാള് ഡെൽറ്റ എക്സ്. Therefore here this is delta x and this is delta y. Therefore root of delta x square plus root of delta y square will be equal to the length of this line segment. ഈ ഒരു വെക്ടറിന്റെ ലൈൻ സെഗ്മെന്റിന്റെ ഈ ഒരു v എന്നുള്ള വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിന് ഈക്വൽ ആയിരിക്കും ബൈ പൈത്തഗോറസ് തിയറം. ഒരു റൈറ്റ് ആംഗിൾ നമുക്ക് ഇവിടെ ഫോം ചെയ്യാൻ പറ്റി. ആ ഒരു രൂപത്തിലും നമുക്ക് പറയാം. ഇയാളെ നമ്മൾ സം എച്ച് ആക്കിയിട്ട് അസ്യൂം ചെയ്യാം. ലെറ്റ് ഇറ്റ് ബി സം h. That means h is equal to root of delta x whole square plus delta y whole square. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? വി എന്നുള്ള വെക്ടർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ യു എന്നുള്ള വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 1. നോം ഓഫ് യു ഈസ് ഈക്വൽ ടു 1. ഈസ് എ യൂണിറ്റ് വെക്ടർ, therefore നോം ഓഫ് യു ഈസ് 1. യു എന്നുള്ള വെക്ടറിനെ ഞാൻ എച്ച് മാഗ്നിറ്റ്യൂഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എച്ച് എന്നുള്ള ലെങ്ത്, ദാറ്റ് മീൻസ് എച്ച് എന്നുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് യുവിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആർക്ക് ഈക്വൽ ആയിട്ട് മാറും? വിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണോ അത്രയും വരും. അപ്പോൾ ഇവിടെ എനിക്കൊരു വെക്ടർ കിട്ടും. ഇനി ഈ വെക്ടറിനെ ഞാൻ ജസ്റ്റ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാതെ ഒന്ന് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഒന്ന് മുന്നോട്ടും ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആരെ എവിടെ കൊടുന്ന് വെക്കാം? യു എന്നുള്ള വെക്ടറിനെ എച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് യു എച്ച് എന്നുള്ള വെക്ടറിനെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യാതെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ആരെ മുകളിൽ വെക്കാം? വി എന്നുള്ള വെക്ടറിന്റെ മുകളിൽ വെക്കാം. ദാറ്റ് മീൻസ് വിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? യു എച്ച് എന്നുള്ള രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യാം. Therefore we have assumed u equal to cos theta plus sin theta j and h is equal to root of delta x whole square plus delta y whole square. Then we have concluded that v is equal to uh. ഈ ആംഗിൾ എന്താ വരിക? ആ ആംഗിള് തീറ്റയ്ക്ക് ഈക്വലാവോ? യഥാർത്ഥത്തിൽ ഈ ആംഗിൾ നമുക്ക് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ നമ്മൾ ഒരു ട്രയാങ്കിൾ കാണുന്നുണ്ട്. ഈ ഒരു ഡയറക്റ്റഡ് ലൈനും യൂണിറ്റ് വെക്ടറിന്റെ ഡയറക്റ്റഡ് ലൈനും ഇതിന്റെ ഡയറക്ഷനിലുള്ള അതേ ലൈൻ തന്നെയാണ് അയാളെ സം ക്വാണ്ടിറ്റി കൊണ്ട് നമ്മൾ ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തതിന് ഈക്വൽ ആണ്. ഡെൽറ്റ എക്സ് ആണ് ഇയാളുടെ ഡിസ്റ്റൻസ് 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു ഡെൽറ്റ എക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വെക്ടറാണ് ഇയാൾ. ആൻഡ് യുവിനെ എച്ച് കൊണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വെക്ടറാണ് ഇയാൾ. ദാറ്റ് മീൻസ് ഈ വെക്ടറും ഈക്വൽ ആണ്, ഈ വെക്ടറും ഈക്വൽ ആണ്. Therefore the angle between these two vectors will be theta. അയാൾ തീറ്റ ആണെങ്കിൽ വാട്ട് അബൌട്ട് കോസ് തീറ്റ? കോസ് തീറ്റ ഈക്വൽ ടു, കോസ് തീറ്റ കാണാൻ അഡ്ജസന്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, തീറ്റയുടെ അഡ്ജസന്റ് സൈഡ് ഡെൽറ്റ എക്സ് വരും ബൈ ഹൈപ്പോടെന്യൂസ് ആരാ?
ഹൈപ്പോടെന്യൂസ് ഈസ് ദിസ് ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എത്രയാണ് നമ്മൾ അസ്യൂം ചെയ്തത്? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് ഡിസ്റ്റൻസ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ വി ഈസ് എച്ച് ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സ് ബൈ എച്ച് വരും. വിൽ ഇംപ്ലൈസ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു എച്ച് കോസ് തീറ്റ. ആൻഡ് വാട്ട് അബൌട്ട് സൈൻ തീറ്റ? ഓപ്പോസിറ്റ് സൈഡ് ബൈ hypotenuse is h will implies delta y equal to h sin theta. That is, we have concluded that delta x is equal to h cos theta and delta y equal to h sin theta. ഇനി നമുക്ക് ഗിവൺ വെക്റ്റർ ആയിട്ടുള്ള വി, ആ വെക്റ്ററിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിന്, ഇതാണ് നമ്മുടെ പ്ലെയിന്. ഈ പ്ലെയിന് ഇവിടെ നമുക്ക് ഈ ഒരു രൂപത്തിൽ കൈ എന്നുള്ളൊരു സർഫസ് ആയിട്ട്, എൻ്റെ കൈയിനെ നിങ്ങളൊരു സർഫസ് ആക്കി ട്രീറ്റ് ചെയ്താൽ ഈ സർഫസിനെ മീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കർവ് കിട്ടും. ആ കർവിൻ്റെ ടാൻജന്റ് ലൈന്, അതായത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു കർവ് കാണാം. ഈ കർവിൽ ഈ നടുവിരലിൻ്റെ ഈ കണുപ്പായിട്ട് ഞാനൊരു പോയിന്റ് ആക്കി ട്രീറ്റ് ചെയ്തു. ഇതിന്റെ ടാൻജന്റ് ലൈന് ഈ പെൻസിൽ ഡയറക്റ്റ് ചെയ്യുന്ന ലൈന്. ഇനി ഇവിടെ എത്തുന്ന സമയത്ത് ടാൻജന്റ് ലൈനിന്റെ ഡയറക്ഷൻ ഇത് എങ്ങോട്ട് പോകുന്നു, ഇവിടെ എത്തുന്ന സമയത്ത് ഇങ്ങനെ വരുന്നു. ഈ ടാൻജന്റ് ലൈൻസിന്റെ ഡയറക്ഷൻ എന്താണെന്നാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? z ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഗിവൺ കർവിനെ നമുക്ക് ഈ വെക്ടർ വിയിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിന്, ഈ വി എന്നുള്ള വെക്ടറിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിന് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കർവ് കിട്ടണം. ആ കർവ് ജസ്റ്റ് ഈ ഒരു രൂപത്തിലാണ് വരുന്നത് എന്ന് അസ്യൂം ചെയ്യുക. ഇത്തരത്തിലൊരു കർവ് ആയിട്ടാണ് ആ കർവ് ലൈ ചെയ്യുന്നത്. ആ കർവ് ഏത് പ്ലെയിനിൽ ലൈ ചെയ്യും? നമ്മുടെ വിയിലൂടെ പാസ് ചെയ്യുന്ന ഈ പ്ലെയിന്, ഈ ഒരു ബോർഡിൽ ലൈ ചെയ്യുന്ന കർവ് ആയിരിക്കും. ആ കർവിനെ ജസ്റ്റ് ഞാൻ മുകളിലേക്ക് ഒന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഈ ഒരു രൂപത്തിൽ കാണിച്ചു തന്നിക്കണ്. ഈ കർവിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ടാൻജന്റ് ലൈൻ, ഈ ഒരു പോയിന്റ് ഞാൻ എടുക്കുകയാണെങ്കിൽ ആ പോയിന്റിലെ ടാൻജന്റ് ലൈൻ, ഇയാളാണ് ആ ടാൻജന്റ് ലൈൻ. ഈ ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ എന്ത് വരും? അതേപോലെ ജനറൽ പോയിന്റ് ആയിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ്, ജസ്റ്റ് ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താൽ മതി. ആ പോയിന്റിലെ ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ എന്ത് എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. ഈ ടാൻജന്റ് ലൈൻ ആരുടെ ഡയറക്ഷനിലാണ്? ഇതിന്റെ ഡയറക്ഷൻ ആർക്ക് പാരലലാണ്? വി എന്നുള്ള വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള ആളാണ്. Therefore, our aim is to find the derivative of this curve at a point P. ഈ കർവിൽ ഒരു പോയിന്റ് P എടുത്താൽ ആ കർവിൽ വിന്റെ ഡയറക്ഷനിൽ നമുക്ക് കിട്ടുന്ന ഒരു ടാൻജന്റ് ലൈൻ ഉണ്ടാവും. ആ ടാൻജന്റ് ലൈൻ ആര് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അത് ആൻസർ ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ ക്വസ്റ്റ്യന് ആൻസർ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണം? ഈ പോയിന്റിൽ നമുക്ക് ഒരു ഡിസ്റ്റൻസിൽ ആരെ വാല്യൂ ഉണ്ടാവും? ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ ഇതിനും കറസ്പോണ്ടിങ് ആയിട്ട് സെയിം ഹൈറ്റിലാണ് രണ്ടാൾക്കാരും വരുന്നത്. പക്ഷെ രണ്ടും ഇയാളാണ് നമ്മുടെ വൈ എന്ന് അസ്യൂം ചെയ്യുക. അതായത് ഈ പോയിന്റ് ആയിട്ട്, ഇനീഷ്യൽ പോയിന്റ് ആയിട്ട് ഇയാളും ടെർമിനൽ പോയിന്റ് ആയിട്ട് ഞാൻ ഈ പോയിന്റിൽ വെച്ചിരിക്കുന്ന ആളുമാണെങ്കിൽ ഇത് കർവിന്റെ പോയിന്റ്, ഇത് അടുത്ത പോയിന്റിലെ കർവിന്റെ മീറ്റിംഗ് പോയിന്റ്. അപ്പൊ ഇവര് തമ്മിലുള്ള പോയിന്റ്സ് നമുക്കറിയണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു മോഡൽ കൊണ്ടുവരുന്നുണ്ട്. XY0 എന്നുള്ള പോയിന്റ് എടുത്തു. ആ പോയിന്റിൽ എഫ് ഓഫ് എക്സ് വൈയുടെ വാല്യൂ കാണണം. വൈനെ 0 ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് XY എന്നുള്ള പോയിന്റ് എവിടെ ട്രീറ്റ് ചെയ്യാം? നമ്മൾ എക്സ് വൈ പ്ലെയിനിലല്ലേ ഈ പോയിന്റ്സുകളൊക്കെ വരച്ചിരിക്കുന്നത്. എക്സ് പ്ലസ് ഡെൽറ്റ എക്സും വൈ പ്ലസ് ഡെൽറ്റ വൈയും XY എന്നുള്ളതൊക്കെ പ്ലെയിനിലാണ് വരച്ചിരിക്കുന്നത്. Z കോർഡിനേറ്റ് 0 ആണ്. അതുകൊണ്ട് Z കോർഡിനേറ്റ് ഇല്ലാതെ ഞാൻ പ്ലെയിനത്തെ പോയിന്റ് ആക്കിയിട്ട് തന്നെ ട്രീറ്റ് ചെയ്തു. ഇനി നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഒരാളെ വെച്ചിരുന്നു. ആരായിരുന്നു? നമ്മുടെ Z ആക്സിസ് ആയിരുന്നു മുകളിലേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്. ഈ പോയിന്റ് XYക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എഫ് ഓഫ് XY ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു Z വാല്യൂ കിട്ടും. അയാൾ ഒരു പോയിന്റ് ഇവിടെ നിന്ന് അസ്യൂം ചെയ്യാം. അതേപോലെ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വൈ പ്ലസ് ഡെൽറ്റ വൈ എന്നുള്ള പോയിന്റിലും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എഫ് ഓഫ് എക്സ് വൈ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഡിസ്റ്റൻസിൽ ഒരു വൈയും കിട്ടും. അയാൾ വൈ ഇവിടെ എന്നും കരുതാം. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എന്താ വരിക? എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ. ആൻഡ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ മാർക്കറിന്റെ ഈ പോയിന്റർ ആണെങ്കിൽ ഇയാൾ എന്താ വരിക? എഫ് ഓഫ് എക്സ് കോമ വൈ. ഞാൻ അവിടെ രണ്ട് കാര്യങ്ങൾ കൊടുന്ന് വെക്കുന്നുണ്ട്. ഒന്നൊരു സാനിറ്റൈസർ കുപ്പിയാണ്, മറ്റൊന്നൊരു സ്പ്രേ കുപ്പി.
അതായത് Z ആക്സിസിൽ XY എന്നുള്ള പോയിന്റ് നമ്മുടെ ബോർഡിൽ ഈ കുപ്പി ഇരിക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് അടിയിലുള്ള പോയിന്റിൽ f(xy) ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പോയിന്റ് കിട്ടും. ഇതാണ് അതിന്റെ ഹൈറ്റ്. ദാറ്റ് മീൻസ് ഈ പോയിന്റ് ആരാ വരിക? f(x, y). ഇവിടെയാണ് നമ്മുടെ കർവ് എന്ന് കരുതുക. ഇനി കർവ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവാണ്. ഇൻക്രീസ് ചെയ്ത് പോകുന്ന ഒരു രൂപത്തിലാണ് കർവ് എന്ന് അസ്യൂം ചെയ്യുക. ഇനി ഈ സ്പ്രേ കുപ്പി എടുക്കുന്ന ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് ആണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്ന ഈ പോയിന്റ്. അപ്പോൾ ഈ ഹൈറ്റ് അല്ലേ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരിക? ഇയാൾ ആരാണ്? താഴെ നമ്മൾ ബോർഡിൽ മാർക്ക് ചെയ്ത പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് വാല്യൂ ആണ് ഈ പോയിന്റ് വരുന്നത്. താഴെ മാർക്ക് ചെയ്ത പോയിന്റ് ആരാ? x പ്ലസ് ഡെൽറ്റ എക്സ്, y പ്ലസ് ഡെൽറ്റ വൈ. അതിന്റെ ഇമേജ് നമ്മൾ ആരാ? f ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, വൈ പ്ലസ് ഡെൽറ്റ വൈ ആണ് ഈ പോയിന്റ് വരിക. ആൻഡ് ദിസ് പോയിന്റ് ഈസ് f ഓഫ് എക്സ്, വൈ. ഇനി നമുക്ക് നോക്കാം, ഈ ഒരു കർവിന്റെ ടാൻജന്റ് ലൈനാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഒരു പോയിന്റ് ഞാൻ ജനറൽ പോയിന്റ് ഇവിടെ എടുത്തു. ഈ കർവിൽ ഒരു ജനറൽ പോയിന്റ് ആണ്. ആ ടാൻജന്റ് ലൈനായിട്ട് ഞാൻ ഈ വെച്ച ഈർക്കിളിയാണ് അതിന്റെ ടാൻജന്റ് ലൈനായിട്ട് വരുന്നത്. ഈ ഒരു ടാൻജന്റ് ലൈന് എന്ത് എന്നുള്ളത് ഫൈൻഡ് ചെയ്താൽ ടാൻജന്റ് ലൈൻ ആരായി? വീന്റെ ഡയറക്ഷനിലുള്ള വെക്റ്റർ ആണ് ഈ വെക്റ്റർ വരിക. ആ വീന്റെ ഡയറക്ഷനിലുള്ള വെക്റ്റർ ആര് എന്നുള്ളത് ഫൈൻഡ് ചെയ്യലായിരുന്നു നമ്മുടെ എയിം. ഇയാൾ ആരാന്ന് ഫൈൻഡ് ചെയ്താൽ മതി. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ലെങ്ത് കാണാൻ പറ്റും. ഈ ലെങ്ത് എന്താ വരിക? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, താഴെയുള്ള അതേ ഡിസ്റ്റൻസ് അല്ലേ വരിക? താഴെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് എത്താനുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് ഡെൽറ്റ വൈ സ്ക്വയറിന്റെ റൂട്ടിനെ h എന്ന് വിളിച്ചു. ദാറ്റ് മീൻസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദിസ് പോയിന്റ് ടു ദിസ് പോയിന്റ് ഈസ് ഡെൽറ്റ എക്സ്. ഇനി ഇവിടെ എനിക്കൊരു ഹൈറ്റ് കാണാം. ഞാനിപ്പോൾ ഈ മാർക്കർ വെച്ചിരിക്കണ ഹൈറ്റ്, അതായത് ഈ പെൻസിലും ഈ കർവിന്റെ ഹൈറ്റ്, നമ്മുടെ സ്പ്രേ കുപ്പിയുടെ എൻഡ് വരെ വരുന്ന ഹൈറ്റ്. ഇങ്ങനെ ഒരാളെ വെച്ചാൽ ഇത് നമ്മുടെ പെൻസില്, ഇവിടെ ഒരു മാർക്കർ ഉണ്ട്. ആ മാർക്കറിന്റെ ഹൈറ്റ് എന്താ വരിക? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് അല്ലേ? ടോട്ടലി ഈ സ്പ്രേ കുപ്പിയുടെ ഹൈറ്റ്, ദാറ്റ് മീൻസ് ഈ പോയിന്റ് വരെയുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? നമ്മുടെ ഇമേജ് വാല്യൂ XY കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഇമേജ് വാല്യൂ ആണ് ഇയാള് ടോട്ടൽ ഹൈറ്റ് ഇമേജ് വാല്യൂ എത്രയാണ്? എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, വൈ പ്ലസ് ഡെൽറ്റ വൈന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് വാല്യൂ f ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, വൈ പ്ലസ് ഡെൽറ്റ വൈ. അതിൽ നിന്ന് ആരെ മൈനസ് ചെയ്യണം? ഇത്രയും ഹൈറ്റ് കിട്ടണമെങ്കിൽ ഈ ബ്ലൂ കളറിലുള്ള വയർ വരെ ഈ പെൻസിൽ തൊട്ടിട്ടുള്ള ഈ മാർക്കറിന്റെ ഹൈറ്റ്, ടോട്ടൽ മാർക്കറിന്റെ ഹൈറ്റ് അല്ല, ഈ ബ്ലൂ കളറിലുള്ള വയർ വരെയുള്ള ഹൈറ്റ് കിട്ടണമെങ്കിൽ ആരെ മൈനസ് ചെയ്താൽ മതി? ഈ പെൻസിൽ തൊട്ടിട്ട് താഴോട്ടുള്ള ഹൈറ്റ് മൈനസ് ചെയ്താൽ മതി. ആ ഹൈറ്റ് ആർക്ക് ഈക്വൽ ആണ്? ഈ എന്ത് കുപ്പിയാണ്? സാനിറ്റൈസർ കുപ്പിന്റെ ഹൈറ്റിന് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് സാനിറ്റൈസർ കുപ്പിയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ XY എന്നുള്ള പോയിന്റിലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് വാല്യൂ ആണ്. ദാറ്റ് മീൻസ് f ഓഫ് XY വരും. അപ്പോൾ ടോട്ടലി ഈ ഹൈറ്റ് ഇവർ രണ്ടാളും തമ്മിൽ ഇതിന് ഈക്വൽ ആണ്? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്തതിന് ഈക്വൽ ആണ്. Therefore f of x plus delta x, y plus delta y minus f of xy. This quantity will be the height from this point to this point, the terminal point of the curve. അപ്പോൾ ഈ ഒരു ഹൈറ്റ് നമുക്ക് കിട്ടി. ആരാണെന്ന്? f ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, വൈ പ്ലസ് ഡെൽറ്റ വൈ എന്ന് ആരെ കുറച്ചാൽ മതി? f ഓഫ് XY കുറച്ചാൽ മതി. ആൻഡ് ഈ ലെങ്ത് എത്രയാണെന്നും നമുക്കറിയാം, h ആണെന്നും അറിയാം. ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു സീക്കൻഡ് ലൈന് വരച്ചു നിർത്താം. ഇതാണ് നമ്മുടെ കർവ് ഉണ്ടായിരുന്നത്. ഇയാളാണ് നമ്മുടെ സീക്കൻഡ് ലൈന്. ഇവിടെ എനിക്ക് ഒരു മാർക്കർ വെച്ചാൽ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. എങ്ങനെയാണ് ആ റൈറ്റ് ട്രയാങ്കിൾ വരിക? ഈ സീക്കൻഡ് ലൈൻ ഉണ്ടാവും.
നമ്മുടെ സീക്കൻഡ് ലൈനായിട്ടുള്ള അയാളുണ്ടാവും. ഇവിടെ ഇങ്ങനെ ഒരു എച്ച് എന്നുള്ളൊരു ഡിസ്റ്റൻസ് ഉണ്ടാവും. ഇവിടെ ഒരു ഹൈറ്റും ഉണ്ടാവും. ഇവിടെ ഒരു ഹൈറ്റ് ഉണ്ട്, ഇവിടെ ഒരു ലെങ്ത് ഉണ്ട്, ഈ ഒരു സീക്കൻഡ് ലൈനുണ്ട്. ഇതിനെ ഞാൻ 2D കണ്ട് വരക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. ഇതാണ് നമ്മൾ ഈർക്കിളി, ദാറ്റ് ഈസ് അവർ സീക്കൻഡ് ലൈൻ. ഇവിടെ നമ്മൾ വരച്ച പെൻസിലിൻ്റെ ഹൈറ്റായിട്ട് ഇയാളെ ഞാനിവിടെ ഒരു പെൻസിൽ വരച്ചു. ഇവിടെ നമ്മൾ വരച്ച പെൻസിലും ഇതും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ ഹൈറ്റായിട്ട് ഇയാളെയും വരച്ചു. ഇതാണ് നമ്മുടെ ആര് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ആൻഡ് ദിസ് ഈസ് അവർ എച്ച്. ഈ ആംഗിൾ ജസ്റ്റ് ഒരു തീറ്റയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഈ ലൈൻ ആരാ? ഈ 2 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന സീക്കൻഡ് ലൈന്. 2 പോയിന്റുകൾ തമ്മിലുള്ള ഇന്റർസെക്റ്റ് ആക്കിയിട്ട് എടുക്കുമ്പോൾ, ലൈൻ സെഗ്മെന്റ് ആക്കി എടുക്കുമ്പോൾ നമുക്ക് കോഡ് ജോയിനിങ് ദീസ് 2 പോയിന്റ്സ് എന്ന് പറയാം. അല്ലെങ്കിൽ കോഡ് ജോയിനിങ് ദീസ് 2 പോയിന്റ്സ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് സീക്കൻഡ് ലൈൻ പാസിങ് ത്രൂ ദീസ് പോയിന്റ്സ്, ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന സീക്കൻഡ് ലൈനാണ്. ആ സീക്കൻഡ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാണ്? ഇവിടെയുള്ള ആംഗിൾ എത്രയാണോ, ഇവിടെ നമുക്കൊരു ആംഗിൾ മേക്ക് ചെയ്യാൻ പറ്റും. ആ ആംഗിളിന്റെ ടാൻ തീറ്റയ്ക്ക് ഈക്വൽ ആണ്. സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ ഈസ് ടാൻ ഓഫ് ദിസ് ആംഗിൾ. ടാൻ ഓഫ്, നേരത്തെ ഞാനൊരു തീറ്റ വരച്ചിരുന്നു, ഇവിടെ സം ബീറ്റ എന്ന് എഴുതാം. ടാൻ ഓഫ് ബീറ്റ. ടാൻ ഓഫ് ബീറ്റ ആണ് എന്ത് വരുന്നത്? സ്ലോപ്പ് ഓഫ് ദിസ് ലൈന് വരുന്നത്, സ്ലോപ്പ് ഓഫ് ദി സീക്കൻഡ് ലൈന് വരുന്നത്. ആൻഡ് ടാൻ ഓഫ് തീറ്റ എന്തിന് ഈക്വൽ ആണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ആരാ? ഈ ലെങ്ത് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് എഫ് ഓഫ് എക്സ് വൈ. ഈ സൈഡ് ആരാ? എച്ച്. ദെർഫോർ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ബൈ എച്ച്. ദിസ് വിൽ ബി ദ സ്ലോപ്പ് ഓഫ് ദ സീക്കൻഡ് ലൈൻ. This is the slope of the secant line. സീക്കൻഡ് ലൈനിന്റെ സ്ലോപ്പാണ് നമുക്കിപ്പോൾ കിട്ടിയത്. ഇനി ഞാൻ ഈ സ്പ്രേ കുപ്പിനെ തൊട്ടടുത്തടുത്തോട്ട് കൊണ്ടുവരികയാണെന്ന് കരുതാം. അടുത്തടുത്തോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ എച്ച് എന്താണ്? ഇയാൾ ഇങ്ങനെ വരുന്നതിനനുസരിച്ച് എച്ച് എന്തായിട്ട് മാറുന്നത്? എച്ച് 0 അപ്രോച്ച് ചെയ്യുന്നു. എച്ച് 0 അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഈ സീക്കൻഡ് ലൈനിന്റെ സ്ലോപ്പ് എന്തായിട്ട് മാറും? ഇതാ ഇങ്ങനെ ഇങ്ങനെ ചെരിഞ്ഞ് അവസാനം ഈ പോയിന്റിൽ എത്തുന്ന സമയത്ത് എച്ച് 0 അടുക്കുന്ന സമയത്ത് എന്തായിട്ട് മാറും? ആ പോയിന്റിലെ ടാൻജന്റ് ലൈനിന് ഈക്വൽ ആയിട്ട് മാറും. നമ്മുടെ എയിം എന്തായിരുന്നു? ഈ ഒരു പോയിന്റിലെ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള പോയിന്റ് സെഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ തന്നാൽ ആ എക്സ് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സെഡ് എന്നുള്ള പോയിന്റ് എടുത്തു. ആ പോയിന്റിലെ ടാൻജന്റ് ലൈന് കാണലല്ലേ? ആ ടാൻജന്റ് ലൈന് കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ സ്പ്രേ കുപ്പിനെ ഞാൻ ഈ സാനിറ്റൈസർ കുപ്പിയുടെ അടുത്തോട്ട് കൊണ്ടുവന്നാൽ മതി. ദാറ്റ് മീൻസ് ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്താൽ മതി? ഡിക്രീസ് ചെയ്ത് 0 കൊണ്ടുവന്നാൽ മതി. ആ 0 കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ ടാൻജന്റ് ലൈനായിട്ടുള്ള ഈർക്കിളി കോലിന്റെ സ്ലോപ്പ് കൂടി അവസാനം സീക്കൻഡ് ലൈനായിട്ടുള്ള ഈർക്കിളി ചെരിവ് കൂടി അവസാനം എന്തായിട്ട് മാറും? ആ പോയിന്റിലുള്ള ടാൻജന്റ് ലൈനായിട്ട് മാറും. അപ്പൊ സീക്കൻഡ് ലൈനിന്റെ സ്ലോപ്പ് ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പിന് ഈക്വൽ ആക്കാൻ, ടാൻജന്റ് ലൈനാക്കി മാറ്റാൻ എന്ത് ചെയ്താൽ മതി? എച്ച് 0 കൊണ്ടുപോയാൽ മതി. ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0. Therefore this is our answer. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വി എന്നുള്ള വെക്റ്റർ അതേ ഡയറക്ഷനിലുള്ള ടാൻജന്റ് ലൈന്, നമുക്കിപ്പോൾ കിട്ടിയ ടാൻജന്റ് ലൈൻ ആരാണ്? ഇയാള്. ആ ടാൻജന്റ് ലൈന് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എച്ച്. f of x plus delta x comma y plus delta y is the image point at x plus delta x comma y plus delta y, and f of xy is the given function, and h is the distance between these 2 points x comma y and x plus delta x comma y plus delta y. ഇനി ഇയാളെ നമുക്ക് മറ്റൊരു രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഡെൽറ്റ എക്സ് ആരാ? എച്ച് കോസ് തീറ്റ. ഡെൽറ്റ വൈ ആരാ? എച്ച് സൈൻ തീറ്റ.
ആ ഒരു രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സിനെ എച്ച് കോസ് തീറ്റ കോമ വൈ പ്ലസ് ഡെൽറ്റ വൈനെ എച്ച് സൈൻ തീറ്റ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. ദിസ് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ടാൻജന്റ് ലൈൻ at a point in the direction of v. v എന്നുള്ള ഡയറക്ഷനെ നമുക്ക് ആരെ വെച്ച് സ്പെസിഫൈ ചെയ്യാം? യുവിനെ വെച്ചിട്ട് സ്പെസിഫൈ ചെയ്യാം. അതായത് വിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ അറിയാം എന്നുണ്ടെങ്കിൽ യുവിനെ വെച്ചിട്ട് നമുക്ക് ആരെ റെപ്രസെന്റ് ചെയ്യാം? വിനെ റെപ്രസെന്റ് ചെയ്യാം. therefore this is the derivative of tangent line when the plane passing through the given vector v intersects the surface, then we will have a curve in the three-dimensional space, and at the point P the derivative of the function at that point, that means the rate of change of f in the direction of u is given by f of x plus h cos theta y plus h sin theta minus f of xy divided by h as limit h tending to 0 provided this limit exist. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റൂല. പ്രൊവൈഡഡ് ദിസ് ലിമിറ്റ് എക്സിസ്റ്റ്. നമുക്ക് നേരത്തെ ആ ടാൻജന്റ് ലൈന് പറയണമെങ്കിലൊക്കെ ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ഇറ്റ് ഈസ് കോൾഡ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡി ഡിനോട്ട് ചെയ്യും. ഡി എഫ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫ് ഓഫ് എക്സ് വൈ എന്ന് എഴുതും. അതിന്റെ ഡയറക്ഷനിലുള്ള വെക്ടർ ആണെന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡി യു എന്ന് എഴുതും. therefore it is represented by du f of xy, the directional derivative of f in the direction of u, where u is the unit vector, is given by f of x plus h cos theta y plus h sin theta minus f of x comma y divided by h, where the unit vector u is given by cos theta I plus sin theta j. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡിസ്ക്രൈബ് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ 3D കാര്യങ്ങൾ പറയുക ചെയ്തത്. അതായത് നമ്മുടെ ബോർഡിനെ XY പ്ലെയിൻ ആക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കുത്തനെ ഒരാളെ വെച്ചിട്ട് 3D എല്ലാം ഡിസ്ക്രൈബ് ചെയ്തു. അത് ജസ്റ്റ് 2D എങ്ങനെയാണ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. 2 ഡയമെൻഷണൽ സ്പേസിൽ നമുക്ക് 3 ആക്സിസ് തന്നിക്കണം. ഇയാളാണ് നമ്മുടെ എക്സ് ആക്സിസ്, ഇയാൾ വൈ, ഇയാൾ നമ്മുടെ സെഡ്. ഇനി നമുക്ക് ആരെ വേണം? വി എന്നുള്ള വെക്ടറിനെ വേണം. വി എന്നുള്ള വെക്ടർ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ പോയിന്റ് നോക്കുക. XY0 എന്നുള്ള പോയിന്റ് XY പ്ലെയിനിൽ മാർക്ക് ചെയ്തു. അടുത്ത പോയിന്റ് എടുത്ത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വൈ പ്ലസ് ഡെൽറ്റ വൈ 0 എന്നുള്ള പോയിന്റ് എടുത്തു. ആ രണ്ട് പോയിന്റും കൂടി ജോയിൻ ചെയ്യുന്ന വെക്ടറാണ് നമ്മുടെ ഈ ബ്ലൂ കളറിൽ കുറച്ച് ബോൾഡ് ആയിട്ട് വരച്ചിട്ടുള്ള വി എന്നുള്ള വെക്ടർ. ഇനി ഒരു യൂണിറ്റ് വെക്ടർ എക്സ് ആക്സിസിനായിട്ട് എത്ര ആംഗിൾ മേക്ക് ചെയ്യുന്നു? തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്ന ഒരു യൂണിറ്റ് വെക്ടർ യു എടുത്തു. ആ യൂണിറ്റ് വെക്ടറും ഈ ലെങ്ത്തും, അതായത് നമുക്ക് എച്ച് എന്നുള്ളൊരു ഡിസ്റ്റൻസ് നമ്മൾ ഫൈൻഡ് ചെയ്തിരുന്നല്ലോ, അത് പ്രകാരം നമുക്ക് വിനെ എച്ച് യു എന്ന് റെപ്രസെന്റ് ചെയ്യാമെന്ന് ഫൈൻഡ് ചെയ്തു. ഇനി എക്സ് വൈ എന്നുള്ള പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നമ്മൾ പി എന്നുള്ള പോയിന്റിൽ അതിന്റെ ഇമേജ് ഫൈൻഡ് ചെയ്തു. എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വൈ പ്ലസ് ഡെൽറ്റ വൈ എന്നുള്ള പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇവിടെ അതിന്റെ ഇമേജ് എഫ് ഓഫ് ഇയാളാരാണ്? എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ, ഇയാള് നമ്മുടെ എഫ് ഓഫ് എക്സ് കോമ വൈ. അങ്ങനെയാണെങ്കിൽ ഈ ഹൈറ്റ് ആണ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്തത്. അവ തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ഇവിടുന്ന് ഈ ഒരു ഹൈറ്റിന്ന് ഈ ഹൈറ്റിന്ന് ഈ ഹൈറ്റ് കുറച്ചതിന് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് ഈ ഹൈറ്റ് എന്തിന് ഈക്വൽ ആണ്? എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് എഫ് ഓഫ് എക്സ് വൈക്ക് ഈക്വൽ ആണ്. ആ എഫ് ഓഫ് എക്സ് വൈ ടോട്ടലി ഈ ഒരു ക്വാണ്ടിറ്റി കിട്ടി. ഇവിടെയുള്ള ലെങ്ത് താഴെയുള്ള സെയിം ലെങ്ത് ആണ്, എച്ചിന് ഈക്വൽ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു സീക്കൻഡ് ലൈൻ, നമ്മൾ z ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള സർഫസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സീക്കൻഡ് ലൈന് വരച്ചിരിക്കണ്. ആ സീക്കൻഡ് ലൈന് എച്ച് കുറയുന്നതിനനുസരിച്ച് സീക്കൻഡ് ആരായിട്ട് മാറി? ടാൻജന്റ് ആയിട്ട് മാറി.
അപ്പൊ ഈ ഒരു രൂപത്തിലാണ് അതിന്റെ 2 ഡയമെൻഷണൽ ഫിഗർ വരിക. അതിന്റെ ഒരു എക്സ്പ്രഷനാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തത്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 1-2 റിമാർക്സ് കൂടെ പറഞ്ഞ് 1-2 പോയിന്റ്സ് കൂടെ പറഞ്ഞ് ഈ സെഷൻ അവസാനിപ്പിക്കാം. നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കിട്ടുന്നതും ഓരോ പ്ലെയിനുകളെ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് കിട്ടുന്ന ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ ചേഞ്ചസും ഒക്കെ നമ്മൾ വിഷ്വൽ കണ്ടു. നമ്മൾ ഫോം ചെയ്തത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? du f of xy is equal to limit h tending to 0 f of x plus h cos theta y plus h sin theta minus f of xy divided by h. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു ഈസ് ഗിവൺ ബൈ ഡി എഫ് അറ്റ് യു, where u is the unit vector given by cos theta I plus sin theta j. ഞാൻ ഇതിൽ തീറ്റ ഈക്വൽ ടു 0 ആണെന്ന് അസ്യൂം ചെയ്യാം. തീറ്റ 0 ആകുന്ന സമയത്ത് കോസ് 0യുടെ വാല്യൂ എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. സൈൻ 0യുടെ വാല്യൂ 0 ആയിട്ട് മാറും. ഡി യു എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു ഡി യു ആരായിട്ട് മാറും? ഐ ക്യാപ്പ് ആയിട്ട് മാറും. കോസ് തീറ്റ 1 ആണ്, സൈൻ തീറ്റ 0 ആണ്. അപ്പോൾ ഡി ഐ എഫ് ഓഫ് എക്സ് കോമ വൈ എന്നെഴുതാം. ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കോസ് തീറ്റ. കോസ് തീറ്റയുടെ വാല്യൂ 1 ആണ്. ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്. സൈൻ തീറ്റ 0 ആണ്. വൈ എച്ച് സൈൻ തീറ്റ 0 ആയിട്ട് മാറും. മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എച്ച്. ഇയാൾ ആരാ? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കോമ വൈ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എച്ച് ആസ് ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0. ദിസ് ഈസ് അവർ എഫ് എക്സ് ഓർ ഡോ എഫ് ബൈ ഡോ എക്സ് ഓർ ഡോ സെഡ് ബൈ ഡോ എക്സ്. എഫിനെ സെഡ് എന്ന് വിളിച്ചാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സെഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഐ. ദാറ്റ് മീൻസ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈസ് എ പെർട്ടിക്കുലർ കേസ് ഓഫ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓർ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഈസ് ദ എക്സ്റ്റൻഷൻ ജനറലൈസേഷൻ ഓഫ് ദി പാർഷ്യൽ ഡെറിവേറ്റീവ്. ഇതേപോലെ ഞാൻ തീറ്റ ഈക്വൽ ടു പൈ ബൈ 2 കൊടുക്കുകയാണെന്ന് കരുതുക. തീറ്റ പൈ ബൈ 2 കൊടുക്കുന്ന സമയത്ത് കോസ് പൈ ബൈ 2 0 ആയിട്ട് മാറും. കോസ് പൈ ബൈ 2 ഈസ് 0 ആൻഡ് സൈൻ പൈ ബൈ 2 എന്തായിട്ട് മാറും? സൈൻ പൈ ബൈ 2 ഈസ് 1. സൈൻ പൈ ബൈ 2 ഈക്വൽ ടു 1. ഡി യു എഫ് ഓഫ് എക്സ് വൈ ഇവിടെ 0 വരും, ഇവിടെ 1 വരും. ദാറ്റ് മീൻസ് ഇവിടെ ആരായിട്ട് മാറും? ജെ ആയിട്ട് മാറും. ഡി ജെ എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് കോസ് തീറ്റ. കോസ് തീറ്റ 0 ആകുന്നത് പ്രകാരം അവിടെ ആരുണ്ടാവില്ല? എഫ് ഓഫ് എക്സ് ഉണ്ടാവുള്ളൂ. രണ്ടാമത്തതിൽ ആരായിട്ട് മാറും? സൈൻ തീറ്റ വാല്യൂ 1 ആയതുകൊണ്ട് വൈ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എച്ച്. ദാറ്റ് ഈസ് അവർ എഫ് with respect to y. The partial derivative of f with respect to y, that is equal to the partial derivative of z with respect to y. Therefore, the partial derivative of f with respect to y, partial derivative of f with respect to y എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? The rate of change of f in the direction of I. Sorry, in the direction of j. y axis ന്റെ ഡയറക്ഷനിൽ j ക്യാപ്പിന്റെ ഡയറക്ഷനിലുള്ള ആളാണ്. Is the directional derivative of f of xy in the direction of j. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ is a particular case of the directional derivative or the directional derivative is the generalization of partial derivative. എങ്ങനെയും നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാം. നമ്മൾ ചില നേരത്ത് ചില ആൾക്കാരെ ബാപ്പാർക്ക് ഒരു പരിഗണന കൊടുക്കുമ്പോൾ ബാപ്പാന്റെ മോനൊന്നും ചിലപ്പോൾ എന്താ പറയുക അബൂബക്കറെ മോനൊന്നും പറയാറുണ്ട്, ചിലപ്പോൾ അലിന്റെ വാപ്പ എന്നും പറയാറുണ്ട്. അപ്പൊ മക്കൾക്ക് പ്രസക്തി കൊടുക്കുന്നു, ചില സമയത്ത് നമ്മൾ വാപ്പാർക്ക് പ്രസക്തി കൊടുക്കുന്നു. നിങ്ങൾ ആർക്ക് പ്രസക്തി കൊടുത്താലും എനിക്കൊരു കുഴപ്പമില്ല. എന്ത് ചെയ്യണം? ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വേണം. ഡെറിവേറ്റീവ് എന്നുള്ള സാധനം ഡയറക്ഷണൽ ഡെറിവേറ്റീവില് യു ഈക്വൽ ടു ഐ ക്യാപ്പ് ആവുന്ന സമയത്ത്, യൂണിറ്റ് വെക്ടർ ഐ ക്യാപ്പ് ആവുന്ന സമയത്ത്, ഐ ക്യാപ്പ് ആവുക എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ വരും. എക്സ് ആക്സിസിന്റെ ഡയറക്ഷനിൽ വരുമ്പോഴാണ് എഫ് എക്സ് കിട്ടുന്നത്. യൂണിറ്റ് വെക്ടർ ജെ ക്യാപ്പ് ആവുന്ന സമയത്ത്
y ആക്സിസിന്റെ ഡയറക്ഷനിൽ വരുമ്പോഴാണ് fy കിട്ടുന്നത്. ദാറ്റ് മീൻസ് വി ഹാവ് കൺക്ലൂഡഡ് ദാറ്റ് if theta equal to pi by 2, theta equal to 0, then the directional derivative of f in the direction of f of xy is the directional derivative in the direction of I is equal to limit h tending to 0 f of x plus h comma y minus f of xy divided by h, that is equal to our dou f by dou x, which is equal to dou z by dou x. And if theta equal to pi by 2, the directional derivative of f in the direction of u is the directional derivative of f in the direction of j. The unit vector j is given by limit h tending to 0 f of x comma y plus h minus f of x comma y divided by h is dou f by dou y is equal to dou z by dou y. അപ്പോൾ രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവുകൾ എന്ന് പറഞ്ഞാൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എക്സ് ആക്സിസിന്റെ ഡയറക്ഷനിൽ വരുമ്പോൾ, ദാറ്റ് മീൻസ് ഐന്റെ ഡയറക്ഷനിൽ വരുമ്പോഴാണ് എഫ് എക്സ് കിട്ടുന്നത്. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് വൈ ആക്സിസിന്റെ ഡയറക്ഷനിലാവുമ്പോൾ, ദാറ്റ് മീൻസ് ജെന്റെ ഡയറക്ഷനിൽ കിട്ടുമ്പോഴാണ് നമുക്ക് ആര് കിട്ടുന്നത്, എഫ് വൈ കിട്ടുന്നത്. ദെയർഫോർ the both partial derivative are special case of the directional derivative, or the directional derivative is the generalization of the partial derivative. ഇനി മറ്റൊരു റിമാർക്കും കൂടി നോക്കാം. നമുക്ക് യു കോസ് ഓഫ് തീറ്റ എന്നുള്ള ഒരു വാല്യൂ ആയിരിക്കുമല്ലോ. കോസ് ഓഫ് തീറ്റ, തീറ്റ എന്തെങ്കിലും ഒരു ആംഗിൾ തരുന്ന സമയത്ത് കോസ് ഓഫ് തീറ്റ എന്നുള്ളത് ഒരു വാല്യൂ ആയിരിക്കും. അയാൾ സം u1 ആണെന്ന് അസ്യൂം ചെയ്യുക. പ്ലസ് സൈൻ തീറ്റ എന്നുള്ളതും മറ്റൊരു വാല്യൂ ആയിരിക്കും. അയാൾ സം u2 ആണെന്ന് അസ്യൂം ചെയ്യുക. ആൻഡ് നോം ഓഫ് യു, മോഡുലസ് ഓഫ് u1 എന്തായിരിക്കും, റൂട്ട് ഓഫ് u1 സ്ക്വയർ പ്ലസ് u2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. ദാറ്റ് മീൻസ് ഇഫ് u ഈക്വൽ ടു u1 i cap plus u2 j cap is the unit vector, then the directional derivative in the direction of u is given by df of xy at u is given by എന്ത് വരും, limit h tending to 0 f of x plus h u1 y plus h sin തീറ്റയ്ക്ക് പകരം y plus h u2 minus f of xy divided by h. This is the directional derivative in the direction of u, where u is given by u1 i plus u2 j, provided this limit, provided നമ്മൾ മുകളിൽ എഴുതിയിരിക്കണം this limit exists. സോ നമ്മൾ ഈ സെക്ഷനിൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ ഡെഫിനിഷൻ ആണ് ഫോം ചെയ്തത്. ഒരു ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഒരു ഫംഗ്ഷൻ തന്നാൽ ഫോർ എ ഗിവൺ വെക്ടർ z ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഒരു ഫംഗ്ഷൻ തന്നാൽ ഒരു യൂണിറ്റ് വെക്ടറും തരണം. യൂണിറ്റ് വെക്ടറിനെ നമ്മൾ ജനറലി കോസ് തീറ്റ ഐ പ്ലസ് സൈൻ തീറ്റ ജെ എന്നുള്ള രൂപത്തിൽ ഡിനോട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണാനുള്ള ഫോർമുലയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈസ് എ ലിമിറ്റ് ഓഫ് സം കോഷ്യന്റ്. ഈ കോഷ്യന്റിന്റെ ലിമിറ്റ് ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്തത്. പ്രൊവൈഡഡ് ഈ ലിമിറ്റ് എന്ത് ചെയ്യണം, എക്സിസ്റ്റ് ചെയ്യണം. പിന്നീട് നമ്മൾ തീറ്റ 0 കൊടുത്ത സമയത്ത് നമുക്ക് എന്ത് കിട്ടി, യു എന്നുള്ള വെക്ടർ ആയിട്ട് ഐ എന്നുള്ള വെക്ടർ ആയിട്ട് മാറി. യു എന്നുള്ള വെക്ടർ ഐ ആയിട്ട് മാറി. ആൻഡ് കോസ് തീറ്റയുടെ വാല്യൂ 1ഉം സൈൻ തീറ്റയുടെ വാല്യൂ 0 ആയിട്ട് മാറി. ഈ കോഷ്യന്റിനെ നമ്മൾ ഓൾറെഡി സെഡ് എക്സ് എന്നുള്ള രൂപത്തിൽ റെപ്രസെന്റ് ചെയ്തു. ഇനി തീറ്റ പൈ ബൈ 2 കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഡി യു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളത് ഡി യു എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഡി ജെ എഫ് ഓഫ് എക്സ് വൈ, യു ജെ ആയിട്ട് മാറും. ആ സമയത്ത് നമുക്ക് ഈ ഒരു കോഷ്യന്റ് കിട്ടും. ഈ കോഷ്യന്റിനെ നമ്മൾ ഓൾറെഡി എന്തെന്ന് വിളിച്ചിട്ടുണ്ട്, സെഡ് വൈ എഫ് വൈ എന്ന് വിളിച്ചിട്ടുണ്ട്, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ. ഇനി ജനറലി നമുക്കൊരു വെക്ടർ യു ഈക്വൽ ടു u1 i പ്ലസ് u2 j തന്നാൽ കോസ് തീറ്റ സൈൻ തീറ്റ എന്നുള്ള രൂപത്തിൽ അല്ലാതെയാണ് തരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ജനറൽ ഇക്വേഷൻ വെച്ചിട്ട് കാണാൻ ഡി യു എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു കോസ് തീറ്റയുടെ ഭാഗത്ത് u1ഉം സൈൻ തീറ്റയുടെ ഭാഗത്ത് u2ഉം വരും. ഓക്കെ, നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ഈ സെക്ഷനിൽ മായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോസ് ആയിട്ട് സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ബാക്കി അടുത്ത സെക്ഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. താങ്ക് യു.